ഹായ് ഹലോ വെൽക്കം ടു ബനാന ടോക്സ് വിത്ത് മീ വൈശാഖ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കിഡിലൻ ആങ്കറാണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ ഫിലിം സ്റ്റാർ കൂടിയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും ഇല്ല. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആങ്കർ ജീവ. താങ്ക് യു വൈശാഖ്. Banana Talks. Banana Talks. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ബനാന ടോക്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചായയും പഴംപൊരിയും തിന്നാൻ തോന്നി. അതിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ഏതാ? ഈ ബനാന ടോക്സിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ആണോ? ഞാൻ പെട്ടെന്ന് ബനാന എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പഴംപൊരി കഴിക്കാൻ തോന്നി. അതെന്താ? വൈകുന്നേരം സമയം കൂടെ, ഇതിപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വൈകുന്നേരം സമയം ആയതുകൊണ്ട് ഒരു പഴംപൊരി കഴിക്കാൻ തോന്നി. കുറെ ദിവസം കഴിച്ചിട്ട്. ഈ അത് ബനാന എന്നുള്ള പേര് ഇപ്പൊ ഞാൻ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അടുത്ത് ഓൾറെഡി കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പേരാണല്ലോ, നിങ്ങളുടെ പരിപാടി അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. എങ്കിലും ഈ പേര് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവരും ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ട് എന്നൊരു ഫീൽ വരുന്നുണ്ട്. കൊച്ചുവർത്താനാണോ ഉദ്ദേശിക്കുന്നത്? കൊച്ചുവർത്താനം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഓൾറെഡി ഒന്ന് രണ്ട് ബിസിനസ് തുടങ്ങി. അത് 8 നിലയിൽ പൊട്ടി. സ്വാഭാവികം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ബാക്കി നമ്മളെ സ്നേഹിക്കുന്ന പലരും നമ്മളെ വാഴ വാഴ എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങി. അതും സ്വാഭാവികം. ഓക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ബനാന പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഏജൻസി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പേരിടും എന്നാലോചിച്ചു. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിയതാണ്, എന്തായാലും നാട്ടുകാരും വീട്ടുകാരൊക്കെ ബനാന വാഴ വാഴ എന്നാ വിളിക്കുന്നത്. അങ്ങനെ ആ പേരിൽ നിന്നാണ് ബനാന ഉണ്ടായത്. എന്നാൽ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേരാണത്. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ അത് എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു തവണ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ എല്ലാവരും ഒരു വാഴ വെച്ചാൽ മതി എന്ന് അല്ലേ നാട്ടുകാര് എന്തായാലും ഒരു തവണയെങ്കിലും അവന്റെ ലൈഫിൽ കേട്ടിട്ടുണ്ടാവും. അതെ അതെ. അത് ആ ഒരു പേരിൽ നിന്നാണ് ബനാന പ്രൊഡക്ഷൻസും അതുപോലെ ബനാന ടോക്സ്. ബനാന ടോക്സ് എന്ന് പറഞ്ഞാൽ ബനാന പ്രൊഡക്ഷൻസിന്റെ അണ്ടറിൽ തന്നെ നമ്മളിത് ചെയ്തതുകൊണ്ട്, പോഡ്കാസ്റ്റ് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതേ സെയിം പേരായിട്ട് കൊടുത്തു. അങ്ങനെയാണ് ബനാന ടോക്സ് വന്നത്. ഓക്കെ, രണ്ട് വാഴകൾ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ പറയരുത്. നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികം. ചേട്ടന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? എൻ്റെ പുതിയ വിശേഷം സാഹസം എന്ന് പറഞ്ഞ സിനിമയാണ് പുതിയ വിശേഷം. അത് ഓഗസ്റ്റ്, ഡേറ്റ് ഫൈനലൈസ് ആയിട്ടില്ല, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. ഭയങ്കര സാഹസം പിടിച്ച പരിപാടികളാണോ? അത് ഒരു സാഹസമായിരുന്നു. അഭിനയിക്കാൻ വിളിച്ചത് ഒരു സാഹസം, അഭിനയിച്ചത് ഒരു സാഹസം. ആ പടം മൊത്തത്തിലൊരു സാഹസമാണ്. എങ്ങനെയാ അതിന്റെ അകത്തോട്ട് വന്ന് ചേർന്ന് എങ്ങനെയായിരുന്നു ഈ പടത്തിലോട്ട്? അത് 21 ഗ്രാംസ് എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനുപേട്ടനായിട്ട്. അപ്പം അതിൻ്റെ ഡയറക്ടർ ബിബിനാണ് സാഹസത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും. സെയിം പ്രൊഡക്ഷൻസ് ആണ്, ഫ്രണ്ടർ പ്രൊഡക്ഷൻസ്. അപ്പം അന്ന് 21 ഗ്രാംസ് മുതലേ ഞാൻ അവരെ വിട്ടിട്ടില്ല. പടവില്ലേ എടാ ഉണ്ട്, എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായി? അങ്ങനെ ആ പടത്തിന്റെ തുടക്കം മുതലുള്ള ജേണിയിലുണ്ട്. അപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ആ പടത്തെ പറ്റി മൊത്തത്തിൽ ആ പടത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഒരു പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ രസമാണ്. എൻ്റെ ആക്ടിങ് ജീവിതത്തിൽ 3-4 പടം ചെയ്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ആദ്യത്തെ 48 ഫ്രെയിംസ് ഒക്കെ കിട്ടിയ പടമാണ്. ഇപ്പൊ ഞാൻ അതിന്റെ മോഷൻ പോസ്റ്റർ ഒക്കെ കണ്ടിരുന്നു. സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സാഹസത്തിന് നരൻ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ആ ഒരു കോംബോ? നരേൻ ചേട്ടനുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ല, പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ സീൻസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു കോമ്പിനേഷൻ ഉള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ ആ പടത്തിലെത്തും. അതാണ് ആ പടത്തിന്റെ ഹൈലൈറ്റ്. നരേൻ ചേട്ടൻ അടിപൊളിയാണ്. ഞാൻ ഒരു ദിവസം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുറത്തെവിടെ പോയിട്ടാണോ, കോളേജിൽ പോയിട്ടാണോ എവിടെയോ വീട്ടിൽ വന്ന് കയറിയപ്പം ടി വിക്കകത്ത്, അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൽവിലെ വെണ്ണിലാവുന്ന ഗിത്താറൊക്കെ പിടിച്ചിട്ട് ഞാൻ ചേട്ടനെ കണ്ടപ്പം, നേരിട്ട് കണ്ട് ഹായ് പറയാൻ പോയപ്പോൾ എനിക്ക് അതാ മനസ്സിൽ വന്നത്. ഭയങ്കര രസമാണ്. ഞങ്ങൾ 10 ദിവസത്തെ ഷൂട്ട് തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ആ പടത്തിലുള്ള എല്ലാവരും ക്ലൈമാക്സിൽ ഒന്നിക്കുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിക്കുന്നുണ്ട്. അപ്പോൾ 10 ദിവസം നൈറ്റ് ഷൂട്ട്. ഈ 10 ദിവസം നമ്മളെല്ലാവരും ഒരു സ്ഥലത്താണ്. കുറേ ക്യാരവനുണ്ട്, പക്ഷെ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന ഒരു ക്യാരവനകത്തായിരുന്നു. കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം ലൊക്കേഷനിലിരുന്ന് ചായയും കുടിച്ച് കാപ്പിയും കുടിച്ച് ഹോർലിക്സ് ബിസ്ക്കറ്റ്. അപ്പോൾ രസമായിരുന്നു. നമുക്ക് ഒരു
അത്രയും വലിയൊരു സീനിയറിനോടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ നിൽക്കുന്ന പോസ്റ്ററി വരെ നമുക്ക് ചെറിയ മൈന്യൂട്ട് കറക്ഷൻസ് എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ ക്യാമറ വരുമ്പോൾ നീ ഒന്ന് അനങ്ങിയ രസമായിരിക്കുന്നത്. നമ്മളത് ചെയ്തു നോക്കുമ്പം അത് ആ അനക്കം കൊണ്ടിരുന്ന മാറ്റം ഭയങ്കര എവിഡൻ്റാണ്. അപ്പോഴാണ് നമുക്ക് കുറേ കൂടെ മനസ്സിലാകുന്നത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മൾ ഇന്ന് ചെല്ലുന്ന നമ്മൾ, അല്ലെങ്കിൽ ഇന്നൊരു പടം കണ്ടിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. ഇല്ല ഇല്ല. ഒരിക്കലും ചെയ്തെന്ന് എനിക്ക് അന്നാ മനസ്സിലായി. കാര്യം അവരൊക്കെ എന്തോരം പഠിച്ചിട്ടുണ്ട്, എന്തോരം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. സോ നൈസായിരുന്നു എല്ലാവരും കേട്ടോ. ബാബു ആന്റണി ചേട്ടൻ ഉണ്ടായിരുന്നു, ബൈജു ചേട്ടൻ, നമ്മുടെ ട്രിവാൻഡ്രം ബൈജു ചേട്ടൻ, ഭഗത് മാനുവൽ. ഞാൻ മൊത്തം ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് ആർട്ടിസ്റ്റിന്റെ ഒരു ലോഡ് ലോഡ് ആൾക്കാർ കയറി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പത്തെ ഫേമസ് ആയി നിൽക്കുന്ന വേണുഗോപാലകൃഷ്ണൻ, പുള്ളിയുടെ പോസ്റ്റർ ഞാൻ കണ്ടു. വേണിച്ചേട്ടന്റെ കാറാണ് ഞാൻ ആ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ലാംബോർഗിനി സ്റ്റെറാറ്റോ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അന്ന് ഉറൂസ് എനിക്കൊന്നും ഡെലിവറി ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോട് നമ്മുടെ മറ്റേ സീൻ ഉറൂസ് അതിന് മറ്റേ നമുക്ക് ചീസ് വേണമെങ്കിൽ 9 ലെവലിന് എടുക്കാം. ഞാൻ അത് രണ്ടും മാത്രമേ മാറിയിട്ടുള്ളൂ. സ്റ്റെറാറ്റോ എനിക്ക് കാസിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അടുത്ത ഇറക്കിയല്ലോ, അടുത്ത വണ്ടി ഇറക്കി, പിന്നെ G63 ഇറക്കി. കാറിന്റെ കാര്യമല്ല നമ്മള് ഇങ്ങനെ ഇരിക്കുക. എന്താണ് ചേട്ടൻ പൊട്ടിക്കട്ടെ ബോംബ്, ഇനിയും വരാനുണ്ട് വണ്ടി. ഇനിയും വരാനുണ്ട്. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ വരാനുണ്ട് എന്നുള്ള കാര്യം. 2-3 എണ്ണത്തിന് മുകളിൽ ഇനിയും വരാനുണ്ട് ബോംബ് ഐറ്റങ്ങൾ. ഇനി ഇത്രയും റോൾസ് റോയ്സ് പോലെ അത്ര ലക്ഷറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പോകുന്നില്ല എന്ന് പറഞ്ഞു. ലക്ഷറി അല്ല, ഇനി വരാനുള്ള സാധനം കുറച്ചുകൂടെ അടിപൊളിയാ. എന്താന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും വേണ്ടിട്ട് തന്നെ റിവീൽ ചെയ്യട്ടെ. അതെ അദ്ദേഹത്തിന് തന്നെ വിട്ടുകൊടുക്കണം. കേട്ടില്ല. അതെ, അത് വേണ്ട. പിന്നെ ചേട്ടാ, ഞാൻ ആക്ച്വലി ചേട്ടനെ ഫസ്റ്റ് ടൈം കാണുമ്പോ, ഫസ്റ്റ് ടൈം അല്ല, നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചേട്ടനെ ഒരവസരത്തില് നമ്മുടെ ടോണിക്കോ കഫേയിൽ വെച്ച് കണ്ടു. എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ഓർമ്മ, ഇനി ഞാൻ നിന്നെ മറക്കത്തില്ലാന്ന് പറഞ്ഞത് അല്ലേ? അതെ. അതെന്താണെന്നറിയോ, അങ്ങനെയല്ല എന്നുവെച്ചാൽ ഞാൻ ചേട്ടന്റെ ഭയങ്കര ഫാനാണ്. അത് പണ്ട് മുതലേ. അതെ, സീരിയസ്ലി. ഞാൻ മറ്റേ സൂര്യ മ്യൂസിക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, സൂര്യ മ്യൂസിക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള സരിഗമപ മുതലാണ്. അവിടെ മുതൽ കണ്ടപ്പോൾ മുതൽ എനിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ അവാനിന്റെ അവിടെ വെച്ചിട്ടാണ് ചേട്ടനെ ഫസ്റ്റ് ടൈം കാണുന്നത്. നമ്മൾ കാക്കനാടുള്ള അവാനി റെസ്റ്റോറന്റിന്റെ അവിടെ വെച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ചായയും പഴംപൊരിയും കഴിക്കാൻ, അതേപോലെ എനിക്ക് റോഡിൽ കൂടെ പോകുമ്പോ ഇറങ്ങി ചായ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ ചേട്ടനെ ഫസ്റ്റ് കാണുന്നത്. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ആ ഒരു കണ്ടിട്ടുള്ളതിന്റെ ആ ഒരു ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ടോണിക്കോല് കണ്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തിട്ട് വന്നത്. അന്ന് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ ഫ്രണ്ട്സ് നിൽപ്പുണ്ട്. അന്ന് അർജുൻ എന്ന് പറഞ്ഞില്ലേ, അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബാക്കിൽ ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവര് പറഞ്ഞു, നിനക്ക് ജീവചേട്ടനെ അറിയുന്നതല്ലേ, ചേട്ടനകത്ത് ഇരിപ്പുണ്ട്, പോയി സംസാരിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ തള്ളി പിടിച്ചിട്ട് വിടുന്നത്. അപ്പൊ ഞാൻ ഓക്കെ നേരെ ചെന്ന് ചേട്ടൻ്റെ അടുത്തോട്ട് വരുന്നു. ചേട്ടൻ്റെ അടുത്തോണ്ട് ചേട്ടൻ എന്തോ ഡിസ്കഷനിലായിരുന്നു. ശരിക്കും ആ സമയത്ത് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ വന്നു, ചേട്ടൻ എന്തോ ആ സമയത്ത് എന്തോ ഡിസ്കഷനിലായിരുന്നു. ആ ഡിസ്കഷന്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ്റെ ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചു. ചേട്ടനൊന്നും മിണ്ടിയില്ല. തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് പറഞ്ഞു, അങ്ങനെ ഒന്നും വന്നിട്ടൊരു ആക്ടറെ അടുത്ത് ചോദിക്കാൻ പാടില്ല, കാരണം ആള് ഒരുപാട് ആൾക്കാരെ കാണുന്നതല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീലായി. പക്ഷെ അപ്പൊ തന്നെ ചേട്ടൻ ആ സംഭവം അപ്പാണ് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ഹാപ്പി ആക്കുന്ന രീതിക്കായിരുന്നു ചേട്ടൻ്റെ റെസ്പോൺസ്. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്, ചേട്ടാ നിന്നെ എനിക്കറിയാം, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വേറെന്തോ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ, ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അവിടെ വന്നിട്ട് ചേട്ടൻ പോകുന്ന സമയത്ത് അവിടെ വന്നു, ഞങ്ങളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഞങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു മൊമെന്റ് ആയിരുന്നു. എത്ര ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു സംഭവം ഇപ്പൊ ഞാൻ വെച്ചാൽ ഒരു ഫാനാണ് ആ സമയത്ത്. ആ സമയത്ത് നല്ല ഇപ്പോഴും ഫാനാണ്, എപ്പോഴും ഫാനാണ്. അന്നത്തെ പരിപാടിയോട് ഞാൻ വിട്ടുന്നത്. ആ ഒരു ഫാൻ മൊമെന്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖത്ത് വരും അത്. അല്ലാതെ നമ്മളവിടെ എന്ന് പറഞ്ഞാൽ എടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെവിടെ പറ എന്ന് ചോദിച്ചാൽ പെട്ടുപോകും. അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നു. 2ാമത്തെ തവണ ഞാൻ നീ സംസാരിച്ചാൽ പറഞ്ഞേ, എടാ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. എനിക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാനാണ് ഇഷ്ടം. അല്ലാതെ എന്നാൽ ചിലപ്പം ചില ആൾക്കാർ നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിച്ച് ഭയങ്കര അവർക്ക് തന്നെ തോന്നും, പക്ഷേ ഈ ആൾ പെട്ടെന്ന് നമ്മളുമായിട്ട് ക്ലോസ് ആയല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരാളെ 2ാമത്തെ തവണ കാണുമ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. എനിക്കൊരു 1-2 തവണ കണ്ട് ഫേസും പേരും ഫെമിലിയർ ആവണം. അത് ആള് ഓർക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല,
ആ ആളുടെ ഫേസ് രജിസ്റ്റർ ആകാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറേ പേര് സംസാരിക്കും, പരിചയമുള്ളവർ വന്ന് സംസാരിക്കും, അപ്പം ഓർമ്മയില്ല എന്നത് കണ്ടേ. അപ്പോൾ ആ മൊമെൻറ്റ് ചിലപ്പോൾ ആ മൊമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഫുള്ള് കഥ ചിലപ്പോൾ വേണേൽ പറയും. അത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനത് വരും, ശരി അയ്യോ സോറി, നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാവോ എന്ന് ഞാൻ പറയും. അതാണ് കുറച്ചുകൂടെ അതെ അതെ. ഉണ്ടെങ്കിൽ എത്ര പേര് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയില്ല. അത് എന്നെ ചേട്ടന സമയത്തല്ലടാ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ പുള്ളി അങ്ങനെ പറഞ്ഞു, ചേട്ടന് നെഗറ്റീവ്, അപ്പോൾ എനിക്കും ചിലപ്പോൾ ഉള്ളിയൊരു കുത്തല് വന്നായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടായില്ല, കറക്റ്റ് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്ത് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഞാനിത് എപ്പോഴും പറയുന്ന കാര്യം ഇത്. ചേട്ടനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. കാരണം ഇതുപോലെ ചേട്ടനും പിന്നെ അമിത് ചക്കാലക്കല്ലേ, പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇതുപോലെ പക്കയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളീനെ കോളേജിന്റെ ഇനോഗ്രേഷൻ സമയത്ത് അത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു പണിയില്ലാതെ വെറുതെ സംസാരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ ചിലപ്പോൾ ആളുടെ ഏറ്റവും മൂഡ് ഓഫ് ഉള്ള സമയത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ആ ആളെ ട്രിഗർ ചെയ്തേക്കാം. ദാറ്റ് ഡസൻ മീൻ പുള്ളിക്ക് ഒരാളെ സംസാരിക്കാനുള്ള താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ പുള്ളി റൂഡാണെന്നോ അല്ല. ആ സമയത്ത് എന്തോ വർക്കായില്ല. ചില ആൾക്കാർ ബേസിക്കലി അങ്ങനെ ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓർത്തെടുക്കുക, ഇപ്പം എന്താ, ചിലർ ബേസിക്കലി അങ്ങനെ ആയിരിക്കും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അത് അവരുടെ ക്യാരക്ടറാണ്. ഞാൻ ആക്ച്വലി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഞാൻ എന്നെ സംബന്ധിച്ചോളം ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒരു ഡൈഹാർഡ് ഫാനാണ്. അപ്പോൾ അത്രയും ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒപ്പം എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയ സംഭവമാണ്. ഇത് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് പരിപാടിയാണത്. വെരി ഗുഡ്. ഇനി എന്റെ ഭാവി ഞാൻ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാം. പൊന്നെ, എന്ത് കണ്ടറിയണം നീ വൈശാൻ എന്താ സംഭവിക്കുക എന്നുള്ളത്. എനിക്ക് വിശ്വാസം കേട്ടാ. നന്നാവട്ടെ എല്ലാവരും എല്ലാം നന്നാവട്ടാൻ പറ്റിയേ. താങ്ക് യു. അപ്പൊ അങ്ങനെ ഉത്തരവാദിത്വം കൂടി ഇപ്പൊ ചേട്ടനിലേക്ക് വന്നു ചേർന്നു. അതെ, എനിക്കിങ്ങനെ ഇഷ്ടമല്ല ഞാൻ അറിയാതെ ഒരു ഉത്തരവാദിത്വം. എന്തായാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക് എന്താവുന്നു. അതെ, നീ വർക്ക് ചെയ്യണം കേട്ടോ, നല്ലോണം. ഹാർഡ് വർക്കിംഗ്. പേര് നമ്മൾ മാറ്റണം. കമ്പനിയുടെ പേര് മാറ്റില്ലെങ്കിൽ നാട്ടുകാരുള്ള അവരുടെ പറഞ്ഞ പേര് മാറ്റി അവരാ വിചാരിച്ചു വെച്ചിട്ടുള്ള സംഭവം മാറ്റണം. മനസ്സിലെടുത്ത് മാറ്റണം. നാളെയല്ല അതൊരു തേക്കാന്ന്, അവന് നല്ല കാമ്പുള്ള തേക്കാരെന്ന് പറയിപ്പിക്കണം നീ. പറയിപ്പിച്ചിരിക്കും. അപ്പോ ആപ് കൈസേ ഹോ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമ. അതിനു മുമ്പ് പിന്നെ ചേട്ടൻ ചെയ്തിട്ടുള്ള പടം എന്ന് പറഞ്ഞിട്ട് 21 ഗ്രാംസ്. 21 ഗ്രാംസ് കഴിഞ്ഞിട്ട് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തായിരുന്നു, കല്യാണി പ്രദേശന്റെ കൂടെ. തുടക്കം, മൂവിയിലോട്ടുള്ള തുടക്കം ഏത് സിനിമയിലായിരുന്നു? ഇതൊന്നും അല്ല ശരിക്കും മൂവിയിലേക്കുള്ള ഒരു തുടക്കം അല്ല. അത് ഞാൻ സൂര്യ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് രാജീവേട്ടൻ തൃശ്ശൂരുള്ള രാജീവേട്ടനാണ് സൂര്യ മ്യൂസിക്കുള്ള സമയത്ത് ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്. ആ സിനിമ OTT പ്ലാറ്റ്ഫോംസിലൊന്നും വന്നിട്ടില്ല, അന്ന് തിയേറ്റർ റിലീസ് ആയ സിനിമയായിരുന്നു. അങ്ങനെ ഞാനും പ്രേമിച്ചു എന്നാണ്. അതാണ് ഒരു ഇപ്പം പറയുമ്പം ക്ലിഞ്ച് ക്രീഷെ എന്നൊക്കെ പറയാൻ വേണേ. പക്ഷേ ദാറ്റ് ടൈം അത് നമുക്ക് സിനിമ സ്വപ്നം കാണുന്ന ഒരാളുടെ മുമ്പിലോട്ടൊരു സിനിമ വരുമല്ലേ, അപ്പം നമ്മൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. ഞാൻ ആ സിനിമ നമ്മൾ സിനിമ കണ്ടിട്ടേ ഉള്ളൂ. സിനിമയുടെ പ്രോസസ്സ് എന്താണെന്നൊന്നും അറിയത്തില്ല. എന്താണ് പ്രീ പ്രൊഡക്ഷൻ, എന്താണ് ഷൂട്ട് സമയത്ത് നടക്കുന്നത്, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്താ, അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനത് പഠിക്കാൻ, എന്താണ് സിനിമ എന്ന് മൊത്തത്തിൽ പഠിക്കാൻ പറ്റില്ല, ഇതാണ് പരിപാടി എന്ന് ഞാൻ പഠിച്ച സിനിമയാണ്. ഞാൻ ഒരു 3-4 ദിവസം അതിൻ്റെ പറയുന്ന ഗ്രൂമിങ് സെഷൻ പോലൊക്കെ ഉണ്ടായിരുന്നു, ഒരു വർക്ക്ഷോപ്പ് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഇതിലെന്തോരം നിങ്ങളുടെ രീതിയിലുള്ള ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ട് സമയത്ത് എന്താണ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് നമുക്ക് ടെക്നീഷ്യൻസിനോടൊക്കെ റെസ്പെക്ട് തോന്നുന്നത് അപ്പോഴാണ്. സിനിമ കാണുമ്പോൾ സിനിമ സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. എന്ത് കളിമാരി എടുത്ത് വെച്ചേക്കുന്നത്, എന്റെ 100 രൂപ കളഞ്ഞു. കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും. അതിന്റെ സീൻ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്തെന്ന് എടുത്ത് വെച്ചേക്കുന്നത്, എന്റെ 100 രൂപ പോയി. അപ്പോൾ ഇത് കുറേ പേര് കുറേ ദിവസം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനമാണ്. എന്നാൽ പിന്നെ നിനക്കത് നല്ലത് ചെയ്തുകൂടെ എന്ന് ചോദിക്കും ആരും. ഇത് കണ്ടിട്ട് ഇവൻ തിയേറ്ററിലിരുന്ന് തന്നെ പ്രാഗണം എന്ന് പറഞ്ഞാൽ ആരും പടം എടുക്കത്തില്ലല്ലോ. എല്ലാവർക്കും ഇതെന്തോ വർക്കാവും എന്നുള്ള ഒരുപാട് പേരുടെ ഒരു തീരുമാനത്തിന്റെ പുറത്താണല്ലോ നമ്മൾ സിനിമയായിട്ട് ഇറങ്ങുന്നത്. അപ്പം ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. അതേപോലെ ഒരു വിഭാഗം ആൾക്കാർക്ക് വർക്കായ ഒരു പടം വർക്കായി എന്നാണല്ലോ. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല. അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആ സിനിമയുടെ പ്രോസസ്സ് പറഞ്ഞു തന്നതാ. സിനിമയുടെ പ്രോസസ്സ് പഠിച്ച അങ്ങനെ
അങ്ങനെയാണ് സിനിമയിലോട്ട്. ആ 3-4 തവണ ഡബ് ചെയ്ത പടത്തിന് ഓരോ സീനിയർ ആർട്ടിസ്റ്റ് ഒന്ന് ഡബ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ഉള്ളപ്പോൾ ഞാനും കേട്ട് അതേപോലെ വോയിസ് മോഡുലേഷൻ ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ നോക്കി. പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. ആ ആ ഫ്ലെക്സ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്, ഫ്ലെക്സ് വലിച്ചു കെട്ടാൻ പോയിട്ടുണ്ട്. അപ്പൊ അഭിനയം മാത്രമായിരുന്നില്ല, ഫുൾ പ്രോസസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ 21 ഗ്രാംസിന് ചെയ്താ. 21 ഗ്രാംസിന് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. നമുക്ക് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. ഫണ്ണല്ലേ. അതാണ് എങ്ങനെയാണ് ഇത്ര ഫണ്ണായി ഇരിക്കാൻ പറ്റുന്നത്. നാട്ടിൽ എന്തോരം വിഷയങ്ങളുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചാവും. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ EMI ടെൻഷനുണ്ട്. 10 കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് വർക്കൊന്നും വരുന്നില്ല എന്നുള്ള ടെൻഷനുണ്ട്. ഷൂട്ട് ടെൻഷൻ അടിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. സന്തോഷിക്കാൻ നമ്മൾ ഞാൻ ചെറിയ കാര്യത്തിൽ സന്തോഷിക്കുന്ന ആളാണ്. ഫ്രണ്ട്സിനോട് പോയാൽ സന്തോഷിക്കാം, വീട്ടിലിരിക്കുമ്പോൾ സന്തോഷിക്കും, ക്രിക്കറ്റ് കളി കാണുമ്പോൾ സന്തോഷിക്കും, ഗെയിം കളിക്കുമ്പോൾ സന്തോഷിക്കും. പണിയൊന്നുമില്ല, കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് ചായ കുടിക്കാൻ, ചെറിയ ചെറിയ കാര്യത്തിൽ. കാര്യം നമ്മുടെ ഇത്രയും സൗകര്യങ്ങൾ ഇല്ല, കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും നമ്മൾ ആക്ച്വലി പുള്ളിക്കാരൻ നമ്മളെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നടക്കുന്നത്. പിന്നെ നമ്മൾ വെറുതെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചെറിയ കാര്യങ്ങൾക്ക് ചിരിക്കുകയും ചെയ്യും. ഞാൻ ടെൻഷൻ അടിക്കുകയും ചിരിക്കാം, ടെൻഷനൊക്കെ അടിക്കും, അതൊക്കെ അതിന്റെ പാർട്ടാ. എന്നാലും ചെറിയ കാര്യം കിട്ടിയാൽ ഞാൻ സന്തോഷിച്ച് അതിന്റെ വഴിക്ക് പോകും. അതെനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചേട്ടൻ മീഡിയയിലോട്ട് വരുന്നത് സൂര്യ മ്യൂസിക് വഴി തന്നെയായിരുന്നു. സൂര്യ മ്യൂസിക്. അതിനുശേഷം പിന്നെ സി കേരളം, സരിഗമപ, അങ്ങനെ സൂര്യ മ്യൂസിക് കഴിഞ്ഞ് സി കേരളം, പിന്നെ അങ്ങനെ അങ്ങ് പടിവെച്ച് കയറി കയറി വരും. എനിക്ക് ആക്ച്വലി നിങ്ങളുടെ സരിഗമപകത്ത് ജീവചാറ്റനും ഷാൻ റഹ്മാനും രണ്ടുപേരുടെ കോംബോ ശരിക്കും ഞാൻ ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ആ കോംബോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കോമഡി, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ആ സീസണിന്റെ കുറെ കാര്യങ്ങളാണല്ലോ. ഒരു 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 സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കുന്ന ഒരു പ്രോഡക്റ്റിൽ കുറെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാവും. സരിഗമപയിൽ ആ സമയത്തെ കണ്ടസ്റ്റൻസ് അടിപൊളിയായിരുന്നു. അതും അവര് ടാലന്റ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ തന്നെ പേടിയാവും പാട്ട്. അപ്പം പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ നോർമൽ ഒരു 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 കൺവെൻഷണൽ റിയാലിറ്റി ഷോ പോലെ അല്ലായിരുന്നു. പിന്നെ ഷാനിക്കയുടെ കൂടെയുള്ള, ഞാനൊന്ന് പറയും ഷാനിക്ക 3 പറയും, ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഷാനിക്ക. അപ്പൊ എനിക്ക് ആ സൗഹൃദം തുടങ്ങിയത് സരിഗമപയെന്നാണ്. സരിഗമപ എനിക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ലൈഫിൽ. എൻ്റെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തത് സരിഗമപയാണ്. എന്നെ സൂര്യ മ്യൂസിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ചാനലിൽ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന എന്നെ സ്കൂളിലെയും കോളേജിലെയും കുറച്ച് വീട്ടിലെ കുറച്ച് രാവിലെ ഷോ ചെയ്യുന്നുണ്ട്, കുറച്ച് അമ്മമാർക്കും അറിയാവുന്ന അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചതിന് മെയിൻ കാരണം സരിഗമപ. അത് ഇപ്പോഴും പറയും, സരിഗമപ പണ്ട് മറക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു ആങ്കറിന്റെ അങ്ങനെ ഒരു ഷോ ഉണ്ടാവും, ഒരു ആക്ടർക്ക് അങ്ങനെ ഒരു പടം ഉണ്ടാവും. എൻ്റെത് ഞാൻ സരിഗമപയെന്ന് വിശ്വസിക്കും. അതിന്റെ മേലിലോട്ട് ഇനി ഒരു ഷോ ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. മേ ബി നടക്കും, മേ ബി നടക്കത്തില്ല. ആ ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വൈബ് പരിപാടി തന്നെയായിരുന്നു. കാരണം അടിപൊളിയായിരുന്നു. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ കോണ്ടസ്റ്റൻസ് ആണെങ്കിലും എല്ലാവരും ആ ഒരു പക്ക വൈബ്. അവരും ഈ പറഞ്ഞ പോലെ കോമഡി പറഞ്ഞിട്ട് ഇൻവോൾവ് ആവുന്നു. വെറുതെ വന്ന് പാട്ടുപാടി പോകുന്ന ഒരു പരിപാടിയല്ല. ഇങ്ങോട്ടും ഇങ്ങോട്ട് തൂക്കല, അതാ വാ തുറന്ന അടിയാ അവിടെ. അങ്ങനത്തെ പിന്നെ ഡയറക്ടർ, ഷോ പ്രൊഡ്യൂസർ സർഗോ ചേട്ടൻ ഈ വൈബ് കൊള്ളാം, ഇതിൽ പോട്ടെ, നർമ്മത്തി പൊതിഞ്ഞൊരു സാധനം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ രസമായിരുന്നു. അപ്പൊ ആർക്ക് പറഞ്ഞാൽ നമ്മള് കളിയാക്കി. അക്ബർ, ശ്രീജിഷ്, ലിബിൻ, കീർത്തന, ബാക്ക് ബെഞ്ചേഴ്സ്. ഞങ്ങൾ ഇങ്ങനെ ഞാനാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഐ ഇൻവെസ്റ്റ് സോ മെനി ലൈക്ക് സമയം ഞാൻ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഒന്ന് വേറെ പണിയില്ല. അപ്പൊ പിന്നെ ഗ്രൂമിങ് 7 ദിവസം ഗ്രൂമിങ് കൊണ്ട് ഞാൻ 7 ദിവസം പോകും. 7 ദിവസം ഞാൻ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. ചെന്നാലും ചെറിയ കഥ കിട്ടിയാൽ വലുതാക്കാൻ പറ്റുള്ളൂ. ഷെരീഫിക്കയുടെ ഒക്കെ കഥ അങ്ങനെ വലുതാക്കിയിട്ടുള്ളത്. ഈ കഥ ഗ്രൂമിങ് നടക്കുന്ന കഥ ഷോ നടക്കുമ്പോൾ എനിക്ക് ഇവരോട് പറയുന്നതാണ് എന്റെ ഈ കഥ. ഞാനതിൽ നല്ല നല്ല കഥയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പൊലിപ്പിക്കും. എന്റെ ഗ്രൂമിങ് കഴിഞ്ഞ് വീട്ടിൽ പോകത്തില്ല. ഗ്രൂമിങ് ഇവര് ലുലു പോകുന്ന പറയുമ്പോൾ ഞാനും പോകും. ലുലുവിലൊക്കെ എന്തോരം കഥ അടിച്ചേക്കുന്നത്. നമുക്ക് ഇച്ചിരി കിട്ടിയാൽ വലുതാക്കാമല്ലോ. പക്ഷെ ഷാനിക്ക കൂടും,
അല്ല ഒരു ഷാനിക്കാനൊക്കെ ആങ്കറിന് കുറച്ചെടുക്കും. വേണ്ടത് അതാണല്ലോ. നമുക്ക് നമുക്ക് കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ അതിനെ മാക്സിമം എന്റർടൈൻ ആക്കി പറയാന്നുള്ളതാണല്ലോ മെയിൻലി ആങ്കറിന്റെ ഒരു. അത് സ്കൂളില് നാട്ടില് മാവേലിക്കരന്ന് കിട്ടുക. നമ്മള് കൂട്ടുകാരുടെ അടുത്തിനെ തൂക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചെറുത് കിട്ടിയാൽ മതി, നമ്മള് ആ, അതിനകത്തില് കഥയിട്ട് വലുതാക്കും. അതെനിക്ക് ഒന്ന് പിന്നെ എനിക്ക് നാടിന്റെ ഭാഷയുടെ കൊണ്ടുണ്ട് പറഞ്ഞു വരുമ്പോ ഇച്ചിരി പരത്തി പറയാൻ പറ്റും. ഈ മാവേലിക്കരനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ ചേട്ടനെ അബൌട്ട് ജീവ സെർച്ച് ചെയ്ത സമയത്ത് എ മോഡൽ ഫ്രം മാവേലിക്കര അങ്ങനെ ഒരു സാധനം കണ്ടു. അതിന് പിന്നെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ മോഡലായിട്ട് പോകാൻ പരിപാടി? ആദ്യമൊക്കെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സിനിമ മോഡലിങ്ങിലൂടെയാണ് സിനിമയിലെത്തിയ. എന്നാ പിന്നെ മോഡലിംഗ് ചെയ്യാം. ഞാൻ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ഫോട്ടോ ഷൂട്ട്. അതൊന്നും മാവേലിക്കര വെച്ചാ. മാവേലിക്കല് നമ്മുടെ KFC പോലെ എല്ലാ നാട്ടിലും ഉണ്ടാവില്ല അവിടുത്തെ ഫ്രൈഡ് ചിക്കൻ. ആ. ഇപ്പം KFC കൊണ്ടോട്ടി ഫ്രൈഡ് ചിക്കൻ KFC ഉണ്ട്, ഉം, ഉം, ഉം. EFC എറണാകുളം ഫ്രൈഡ് ചിക്കൻ. അപ്പം നമുക്ക് ഓരോ നാട്ടിലും പിന്നെ തൊടുപുഴ ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ ഓരോ നാട്ടിലും ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും ഫ്രൈഡ് ചിക്കൻ MFC അല്ല, വേറെ ബ്രാൻഡായിരുന്നു. MFC മാവേലിക്കര ഫ്രൈഡ് ചിക്കൻ. അന്ന് ഫ്രൈഡ് ചിക്കൻ അല്ല, അത് ഇതേപോലെ ചിക്കിങ് ആയിരുന്നു അന്ന് ഫേമസ്. ഓ, അപ്പൊ അതേപോലെ വേറെ അതേമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരു പേരായിരുന്നു, എനിക്കത് ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ അതിന്റെ ചിക്കനൊക്കെ പിടിച്ച് തിരിഞ്ഞ പാട്ടില് അത് അതിപ്പോ കാണാൻ കിട്ടൂ. ഇല്ല ചേട്ടന്റെ അടുത്ത് പേഴ്സണലി സാധനം ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് അടിയിലിട്ട് കൊടുക്കാം. കുത്തിപ്പക്കൽ മഹാമഹത്തിൽ ഞാൻ ആദ്യം സൂര്യാവംശിക കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെ ടാഗ് ചെയ്തെടുത്ത ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടേ. അതെനിക്ക് ഇപ്പോഴും 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 ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ 4 പേര് ബൈക്കിൽ പോന്നു. എന്തളിപ്പാണല്ലോ. ഓർമ്മയുണ്ടോ പോനെ? ഞാനത് പഴയ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് എന്നെ ടാഗ് ചെയ്തൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. ശിവമാറയിലേക്ക് ഉണ്ടെന്നോ എന്റെ കോളേജിലെ സ്കൂളിലേക്ക് ഫോട്ടോ എന്റെ തീർന്നേ. മറ്റേ കരിക്കിന്റെ സീരീസിന്റെ അകത്ത് കൊണ്ടുവരില്ലേ ബ്രഷ് ചെയ്യുന്നൊരു ഫോട്ടോ എടുത്തിട്ട്. ഒത്തിരി ഉണ്ട്, ഒത്തിരി ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ നാട്ടിൽ അന്ന് അമ്മാതിരി അലമ്പായിരുന്നല്ലോ. ക്രിക്കറ്റ് കളിക്കാൻ പോവാ, സൈക്കിൾ വിട്ട് മാവേക്കറി മാങ്ങ എറിഞ്ഞ തോട്ടി കുളിക്കാൻ പോവാ, മീൻ പിടിക്കാൻ പോവാ. ഓ, കാണിക്കാത്തതൊന്നുമില്ല. ചേട്ടന് സ്കൂൾ ലൈഫില് ഫ്രണ്ട് ബെഞ്ചറാണോ മിഡിൽ ബെഞ്ചറാണോ ബാക്ക് ബെഞ്ചറായിരുന്നു? ഫ്രണ്ടീന്ന് പുറകോട്ടാ വന്നു. തുടക്കത്തില് ഫ്രണ്ടിൽ കയറിയിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ പയ്യെ ബാക്കിലുണ്ട്. പപ്പ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പുള്ളിക്ക് പഠിത്തക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നീ ക്രിക്കറ്റ് കളിച്ചോ ഒന്നും പ്രശ്നമില്ല, പഠിക്കണം. അപ്പം പുള്ളിക്കാരൻ ഉള്ളപ്പം പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, എല്ലാം ഇരുന്ന് പഠിക്കും. അപ്പൊ ഫ്രണ്ട് ബെഞ്ചായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചു പോയതിനു ശേഷം ഇപ്പൊ ഈ പുറകോട്ട് വന്നു. ഇപ്പൊ അക്കാഡമിക് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ജോലിയാ ചെയ്യുന്നത്. അങ്ങനെയാണ് ചേട്ടൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിൽ ആരാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എയിം ഉണ്ടാവും. ഇപ്പൊ ഡോക്ടർ ആവണം, കളക്ടർ ആവണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ചേട്ടൻ എന്താവണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് കുറച്ച് ക്രിക്കറ്റ് കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ പോലെ ഇങ്ങനെ. ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ക്ലബ്ബിൽ കളിക്കാൻ ഞങ്ങൾക്ക് ക്ലബ് ഉണ്ടായിരുന്നു, USA ഉമ്പർനാട് സിദ്ധാശ്രമം. എന്താ എന്താ ഞങ്ങളുടെ ക്ലബിന്റെ പേരാ USA, ടീം USA ഉമ്പർനാട് സിദ്ധാശ്രമം ക്ലബ്. അടിപൊളി. അപ്പോ പിന്നെ അത് ടീം പേര് മാറ്റി അജാക്സ് എന്നാക്കി. ജാക്സണോ? അജാക്സ് അജാക്സ്. എന്ന് പറഞ്ഞ ഒരു പുറത്തുള്ള ഒരു ക്ലബ്ബാ. അപ്പം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കുറെ നാളാണെങ്കിൽ അപ്പൊ ഞാൻ പ്രാക്ടീസിന് പോകുമായിരുന്നു. ഞാൻ അക്കാഡമി ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ സ്റ്റേറ്റ് സെലക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് സെലക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ക്രിക്കറ്റ് എനിക്ക് കരിയർ ആക്കി കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം പക്ഷെ വീട്ടില് കളിക്കാൻ ഇത്രയും കളിച്ചത് പോരാ. അതെ, അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന കളിക്കാൻ പോകുന്നതാണ്. പിന്നെ എനിക്ക് ക്യാബിൻ ക്രൂ ആവണമെന്നുണ്ടായിരുന്നു. അന്ന് നമ്മള് എയർ ഹോസ്റ്റസ് അല്ലേ, അത് താല്പര്യം ഉണ്ടായിരുന്നു. അത് വർക്കായില്ല. എനിക്കും ചെറിയ താല്പര്യമുള്ള ഫീൽഡായിരുന്നു. അങ്ങനെ നോക്കിയാണ് പിന്നെ എഞ്ചിനീയറിംഗിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് തോന്നുന്നു. IT എടുക്കണമെന്നുണ്ടായിരുന്നു. ചിക്സ് കൂടുതൽ IT, അപ്പൊ ഞാൻ IT എടുക്കില്ല. ഞാൻ അതുകൊണ്ട് IT തന്നെയായിരുന്നു. നമ്മളേതാണ്ട് ഒരേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് മെക്കാനിക്സ് എത്തി. മെക്കാനിക്സ് എയറോനോട്ടിക്സ്. മെക്കാനിക്സ് ആദ്യം എടുത്ത് കോയമ്പത്തൂർ. മെക്രാണി ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? മെക്രാണി ഇല്ല, ഞാൻ കോയമ്പത്തൂർ കോളേജിലായിരുന്നു. അപ്പൊ അവിടെ വർക്കായില്ല, കോളേജിന്റെ പണിയൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ അവിടുത്തെ ചാടി നേരെ പത്തനംതിട്ട മൗണ്ട് ജോണി വന്നിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ജോബ് കഴിഞ്ഞില്ലല്ലോ, പോയെന്നല്ലേ ഞാൻ പറഞ്ഞു. കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല, പോയേ ഉള്ളൂ. ഓക്കെ, പോഡ്കാസ്റ്റിൽ നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണം. പറഞ്ഞില്ല. അതിനുശേഷം പല പല കാര്യങ്ങൾ സംഭവിച്ചു. എനിക്കൊന്ന് 3rd ഇയർ ആണെന്ന് തോന്നുന്നു ഞാൻ സൂര്യ മ്യൂസിക്കിലേക്ക് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് സൂര്യ മ്യൂസിക്കിലേക്ക് കിട്ടിയത്. ഞാൻ കിടക്കെടുത്ത് മാവേലിക്കര മമ്മേ ഞാനിനിയും
ചാനൽ ആങ്കറാണ് പോയിട്ട് വരാം എന്നൊക്കെ ശരി, പറഞ്ഞു. എന്നാ ഞാൻ ഓക്കെ ബൈ. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് വണ്ടി കയറി എറണാകുളത്ത് വന്ന് പട്ടിണി കിടന്നു. വാവ്. അത് എറണാകുളത്തേക്ക് ആദ്യം വരുന്ന എല്ലാവർക്കും ഈ ഒരു പട്ടിണിയുടെ സ്റ്റോറി എന്തായാലും ഉണ്ടാവും അല്ലേ? പിന്നെ ഞാൻ പറയും അങ്ങനെയൊക്കെയുള്ള സ്റ്റോറി വേണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നാളെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത് പോയത് എന്തോ പറയും. ആ ശരിയാ. എന്നുവെച്ചാൽ ഞാൻ എറണാകുളത്തോട്ട് വരുന്ന സമയത്ത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു ആ, സ്ഥിതി. എല്ലാവർക്കും ഉണ്ടാവും. എറണാകുളത്ത് ഒരുവിധം ജോലി അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ പഠിക്കാനായിട്ടാണെങ്കിലും വരുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു പട്ടിണി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ഉണ്ടാവും. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ അതെ. നാട്ടിലൊരു ബേക്കറി കാണുള്ളൂ, അല്ലെങ്കിൽ 1-2 ഹോട്ടലേ കാണുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നാട്ടിലാണെന്ന് വെച്ചാൽ നമുക്ക് ആ കൂട്ടൊരു പപ്സും ചായയും. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതെ അതെ. നമുക്ക് ആ സമയത്ത് വരുമാനം അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് വരുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, അല്ലേ? ഉണ്ട് ഉണ്ട്. അപ്പൊ പിന്നെ ആ സമയത്ത് ആദ്യം വരുമാനം കാണത്തില്ല, അല്ലെങ്കിൽ വരുമാനം കുറച്ചായിരിക്കും, കുറെ ചെലവുണ്ടാവും. ഒരു ദിവസം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പട്ടണയാവും. സത്യം. അതിപ്പോ എല്ലാവരും കിടന്നിട്ടുണ്ടാവും. പറയുമ്പോൾ നമ്മൾ ജാണിക്കും പണ്ട് വന്ന് പട്ടിണി കിടന്ന എല്ലാവരും. ചിലരത് പറയും, ചിലരത് പറയത്തില്ല. നമ്മൾ പറഞ്ഞു അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ നമ്മുടെ യാത്ര നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ, നമ്മളൊരു സമയത്ത് ഒരു നേരത്ത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള ഡ്രസ്സും എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊരു ഭാഗ്യമാണ്. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ അല്ലേ? സത്യം. നമ്മളിടയ്ക്ക് അങ്ങനെ റീകളക്ട് ചെയ്യുന്നല്ല. കുന്തളിപ്പ് വരുമ്പോ റീകളക്ട് ചെയ്യുന്നൊന്നല്ല. നല്ലതാ. ഒരു തിരിഞ്ഞുപോട്ടം ഇപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ എങ്ങനെയോ പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും ജാടി കാര്യങ്ങളൊക്കെ വന്നു പോകും. ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്തളിപ്പോളം തീരും. ജാട ഇപ്പൊ എല്ലാവർക്കും ജാടയുണ്ട്, എനിക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളത് എവിടെയാ ഇറങ്ങുക, കുറച്ച് പേര് നമുക്ക് ഇഷ്ടപ്പെടില്ല, കണ്ണാടിയൊക്കെ വെച്ച് നമ്മളെല്ലാരും ജാട കാണിക്കുക. അത് നമ്മളത് എല്ലാരും പേഴ്സണലി എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം രസമാ, എല്ലാവരും പൊടിക്കൊടിക്കൊണ്ട് രസമാ. ശരിയാണ്. പിന്നെ ഫാമിലി ലൈഫിലോട്ട് വരുമ്പോ എങ്ങനെ പോകുന്നു ഇപ്പൊ ഫാമിലി ലൈഫൊക്കെ ചേച്ചി? നന്നായിട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് നന്നായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. ഒരു 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 കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഒരു ബാധ്യത ചേരുവ. പിന്നെ ആ ഒരു ബാധ്യത ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ അക്കരെ പച്ചയാ. കല്യാണം കഴിച്ചാൽ ഫണ്ണായിരിക്കും, നമ്മളവിടെ ചാടുന്നു. ബട്ട് രസമാ. ഞങ്ങളിപ്പോ ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നതും പറഞ്ഞാണെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഫണ്ണുണ്ട്, അടിയും വഴക്കമുണ്ട്, അതൊക്കെ അതിന്റെ വഴിക്കാണ്. അതെന്തായാലും ഒരു ഫാമിലി ലൈഫ് ആവുമ്പോൾ എല്ലാം വേണം. ഇറ്റ്സ് ബീൻ 10 years. അപ്പൊ നമ്മള് ഭയങ്കര മെച്ചുവേർഡായി ആ റിലേഷനില്. അപ്പൊ പിന്നെ അതിന്റെ ഒരു രസമുണ്ട്. ഇപ്പൊ എനിക്ക് 10th year ആയപ്പോ നമ്മൾ അതിന്റെ ഒരു മെച്യൂരിറ്റിയിൽ എത്തിയെന്ന് തോന്നുന്നു. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ഫണ്ട് തന്നെ ആയിരിക്കും. ഇതിപ്പോ നമുക്ക് എങ്ങനെ പരസ്പരം ബേർഡൻ ആവാതെ എങ്ങനെ പോവാം എന്നുള്ളതാണ്. ഒരാളുടെ തീരുമാനങ്ങളോ ഇഷ്ടങ്ങളോ മറ്റേ ആൾക്ക് ബേർഡൻ ആവരുത്. അതിപ്പോ ആയിക്കഴിഞ്ഞാൽ 10 അല്ല 25 നമ്മൾ കണ്ടിട്ടില്ലേ, 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ശേഷം ഡിവോഴ്സ് ആയി. ഞങ്ങള് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേർഡൻ ആവാതെ അവരവരുടെ പേഴ്സണൽ സ്പേസിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകണം. ചേച്ചി ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മേജർ മാറ്റങ്ങൾ എല്ലാം എനിക്ക് തോന്നുന്നു. കാര്യം ചെറിയ വയസ്സിലല്ലേ, ഞാൻ 25 ആയപ്പോൾ കല്യാണം കഴിച്ച, 25ാമത്തെ വയസ്സ് കല്യാണം കഴിച്ച. അപ്പൊ എനിക്ക് തോന്നുന്നു മേജർ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ടാ. ഞങ്ങൾ ഫൈനാൻഷ്യലി ഒന്ന് ഓക്കെ ആയത് കല്യാണം കഴിഞ്ഞിട്ടാ. സരിഗമപ്പ വന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. ലൈഫ് ഒന്ന് സെറ്റായി തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കല്യാണം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ലൈബിലിറ്റീസ് ഒക്കെ ഒന്ന് ഞാൻ മാനേജ് ചെയ്തത് കല്യാണം കഴിഞ്ഞിട്ടാണ്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കല്യാണം കഴിഞ്ഞിട്ടാ. അപ്പൊ കല്യാണം എന്തായാലും നല്ലൊരു പരിപാടി തന്നെയായി. എനിക്ക് ഞാൻ എന്നോട് എല്ലാവരും കുറെ പേര് ചോദിക്കും, എനിക്ക് എത്രയും നേരത്തെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ റിഗ്രറ്റ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നാനുള്ള ഒരു അവസരം അപർണയും തന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണർ ആണെങ്കിൽ പ്രശ്നമില്ല. എനിക്കും അതുപോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും പക്കയായിട്ട് കൂടെ നിൽക്കുന്ന എവിടെ വരെ ചാടുമെന്ന് അവർക്ക് അറിയാം. അപ്പൊ പിന്നെ അതെ, എന്താ വീട് മൊത്തത്തിൽ ഭരിക്കുന്നത് അവരാണ്. കാര്യം ഓരോ വീട് മൊത്തത്തിൽ കൊണ്ടുവന്നല്ലോ അവർക്കൊരു മേജർ റോളുണ്ട്. അതാ ഞാൻ നോക്കുകയാണെങ്കിലും ഇപ്പൊ
അവൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ വീട് മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റത്തില്ല. പറ്റത്തില്ല. അവര് ഇല്ലെങ്കിൽ 2 ദിവസം ഓർഡർ ചെയ്യും, 3-മത്തെ ദിവസം അതാ ചായ പോലും ചിലപ്പോൾ നമ്മൾ ഇടത്തില്ല. 2 ദിവസമൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്ന് ആ അവരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് 2 ദിവസം അസുഖമൊക്കെ വരുമ്പോൾ, കഴിഞ്ഞിട്ട് കാണാം. അതെ, അസുഖമൊക്കെ വരുമ്പം ഗുളിക ടാബ്ലറ്റ്സ് എടുത്ത് ടേബിളിൽ വെച്ച് ആ ടേബിളിൽ നമ്മൾ എടുത്ത് കഴിക്കത്തില്ലല്ലോ. ആ പക്ഷെ അവരത് പ്രോപ്പറായിട്ട് നമുക്ക് എടുത്തു തരും. പിന്നെ ഞങ്ങൾ ഇതിനെ ഒരുമിച്ചാ. അപ്പം ആ പറഞ്ഞ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനാണ് ക്ലീനിങ്, ഞാനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ പറഞ്ഞ കുക്ക് ചെയ്യും, ഉം. എൻ്റെ പിന്നെ ഓർഗനൈസിങ് പരിപാടി. പിന്നെ നമുക്ക് ചേച്ചി വരും, ചേച്ചി തിങ്കൾ. OCD യുടെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. എന്നാ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ആ തുമ്പത്താണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആർക്കും ഉള്ളത് എനിക്ക് ആണല്ലേ? എനിക്ക് അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല. എനിക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഭയങ്കര ക്ലീൻ അല്ല, ഞാൻ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ വീട്ടിലാണ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ അതിൽ ഭക്ഷണത്തിന് അത് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അത് ഞാനത് ക്ലീൻ ചെയ്യും. അപ്പം പിറ്റേ ദിവസം ചേച്ചി വരുന്നെങ്കിൽ ഞാനത് വാഷ് ബേസിനിലിട്ടേക്കും. ചേച്ചി നാളെ വരുമല്ലോ, ചേച്ചി കഴിക്കോളും. അങ്ങനത്തെ OCD ഒന്നുമില്ല. എന്നാൽ ഇപ്പം എക്സ്ട്രീം ഒന്നുമില്ല. എന്നാൽ ഇപ്പം കഴുകാൻ തോന്നുവാണെങ്കിൽ ഞാൻ കഴുകി വെക്കും. ചിലപ്പോൾ ഫുൾ കഴുകി വെക്കുമ്പോൾ എന്നോട് പറയും നാളെ ചേച്ചി വരുമല്ലേ, ചേച്ചി വരട്ടെ. അതെല്ലാവരും തോന്നല. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും ഹൗസ് പാർട്ടിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പിന്നെ വിഷ്ണു. അപ്പം ഞങ്ങളുണ്ട്, അവർ ഫുൾ ക്ലീൻ ചെയ്യും. ഇപ്പം ഞാനും എൻ്റെ വേറെ 2 സുഹൃത്തുക്കളുണ്ട്, ആൽവിച്ചൻ അഞ്ജയ്. അവൻ്റെ ജയ്യുടെ ഫ്ലാറ്റിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ബോയ്സ് നൈറ്റ് അവിടെ കൂടും. ജയ് തിരിച്ച് രാവിലെ അവൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവൻ പോകുന്നതിന് മുമ്പ് ഞാനും ആൽവിച്ചനും ജയും കൂടെ ഞങ്ങൾ ആ ഫുൾ ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ജയുടെ വൈഫ് വരുമ്പോഴത്തേക്ക് വാ പിള്ളേർ കൊള്ളാലോ. അപ്പൊ അങ്ങനെ മൊത്തം ഒരു വൈബ് തന്നെ. എല്ലാവരും സന്തോഷമാണല്ലോ. അതെ അതെ. അല്ലാതെ പിറ്റേ ദിവസം രാവിലെ വന്ന് കയറുമ്പോൾ മിച്ചർ ഇവിടെ, പിന്നെ കൗച്ചിൻ്റെ ഇടയ്ക്ക് പൊറോട്ട, അവിടെ ചില്ലി ചിക്കൻ. അടുത്ത പ്രാവശ്യം ഞങ്ങളൊന്ന് വോയിസ് പാർട്ടിക്ക് ഇങ്ങോട്ട് കാല് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ വെട്ടും കാല്. എനിക്കങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. എൻ്റെ വാർഡ്രോബ്സ് എങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിയാൽ കാണാം എത്ര ഇങ്ങനെ ഷർട്ട്സ് ഇരിപ്പുണ്ട്, ടീഷർട്ട്സ് ഇരിപ്പുണ്ട്, ട്രൗസേഴ്സ് ഇരിപ്പുണ്ട്, വാച്ചിന് ഞാനൊരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്, പെർഫ്യൂംസിന് വെച്ചിട്ടുണ്ട്, ഷൂസ് ഞാൻ തന്നെ എൻ്റെ ഷൂസ് ക്ലീൻ ചെയ്യുന്നു, ഞാൻ തന്നെയാണ് എൻ്റെ തൊഴിൽ വാഷിംഗ് മെഷീൻ കഴുകാണത്, ഞാൻ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ ഇഷ്ടമാണ്. വീടാണ് തന്നെ പ്ലാൻസ്. പുറത്തൊക്കെ പോകുമ്പോ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത് എന്തൊക്കെയാ? അപ്പൊ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് പെർഫ്യൂംസ്. ഞാൻ ക്യാരി പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണോ? ഓ പെർഫ്യൂംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മള് കുഞ്ഞുനാളിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മിസ്സായിട്ടുണ്ട്. ഇന്ന സാധനങ്ങൾ വേണം, അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, നമ്മുടെ സാഹചര്യം പറ്റിയിട്ടില്ല. സോ ഇപ്പൊ നമുക്കിപ്പോൾ ഓക്കെ, ഇന്ന പെർഫ്യൂം എനിക്ക് വാങ്ങിക്കാം, ഇന്ന ഷൂസ് എനിക്ക് വാങ്ങിക്കാം, ഇന്ന ഷെയ്ഡ്സ് എനിക്ക് വാങ്ങിക്കാം, ഇന്ന ഡ്രസ്സ് എനിക്ക് വാങ്ങിക്കാം. സോ എനിക്കത് വാങ്ങിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോഴും ഒരു 10-20 ഷർട്ട് ഞാൻ ഇടാത്തിരിപ്പുണ്ട്. ഞാൻ ഇന്ന നല്ല ഇവന്റ് വരട്ടെ, നല്ല പരിപാടി വരട്ടെ എന്ന് പറഞ്ഞു കാണുമ്പോൾ വാങ്ങിക്കാൻ ഇന്ന ഷർട്ട് ഞാൻ നോക്കും. അപ്പോഴീ പറഞ്ഞ ഞാൻ ഐ നെവർ ഷോപ്പ് ബ്ലൈൻഡ്. ഞാൻ കണ്ണടച്ച് ഇന്നത് വാങ്ങിക്കാൻ പറ്റുമോ, ഇന്നത് വാങ്ങിച്ചാൽ അക്കൗണ്ടിലിന്റെ ബലം ഇത്രയാവും, അപ്പൊ വാങ്ങിക്കും. ഇപ്പൊ അങ്ങനെ അക്കൗണ്ട് നോക്കി വാങ്ങിക്കേണ്ട അവസ്ഥ? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ട് നമ്മള് അതല്ല ഞാൻ പറയും. അതല്ലാതെ ഒരു സമയം വരട്ടെ, കാശ് നോക്കാതെ ബില്ല് നോക്കാതെ വരട്ടെ, സമയം വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴും അങ്ങനല്ല. ഇപ്പൊ ബ്രോ വാട്ട് എവർ വി ആർ ഹാവിങ്, ലൈക്ക് ഞാനും അപർണയും കൂടെ ഉണ്ടാക്കിയതാ. അപ്പൊ ഞങ്ങള് ഇപ്പൊ സേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണല്ലോ, ഇപ്പൊ നമ്മുടെ കാറാണെങ്കിലും ശരി, നമ്മൾ ഇടുന്ന ഡ്രസ്സാണെങ്കിലും ശരി, അതുകൊണ്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നമുക്കത് നമ്മൾ അധ്വാനിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാം. സേവിങ്സ് ആണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങളെല്ലാം ഷെയർ ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത്ര ബില്ലാണെങ്കിൽ നമ്മൾ വി സ്പ്ലിറ്റ് ദാറ്റ് ബിൽ. അപ്പം ഞാനും പറഞ്ഞ 2 സ്പ്ലിറ്റ് ഞങ്ങൾ ഇടുന്നത്. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴും ഗിഫ്റ്റ് അത് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വേറെ, കംപ്ലീറ്റ്ലി അതർ സൈഡാ. അതല്ലാതെ ഞങ്ങൾ ഇങ്ങനെയാ ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. അല്ല, പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ കാര്യത്തില് ഇതുണ്ട്, ഇതിന്റെ നീ തരണ്ട, മറ്റേത് ഞാൻ ഡീൽ ചെയ്തേക്കാം, അങ്ങനെ പറയും. അത് അല്ലാതെ എല്ലാം ഇന്നത് വായിക്കട്ടെ, എല്ലാം പിന്നെ ജിയോ സ്പെൻഡ് ചെയ്യും, അങ്ങനെയല്ല. അത് ടിക്കറ്റ്സിന് ഇത്രയായി, അപ്പൊ റിട്ടേൺ ഞാൻ ബുക്ക് ചെയ്തേക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് അത്രയും ബേർഡൻ ഇല്ലല്ലോ.
തിരിച്ചുവാണെങ്കിൽ തന്നെ അങ്ങനെ. ഇപ്പൊ ഇതുവരെ എത്ര രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും ട്രിപ്പായിട്ട് പോയിട്ട്? എനിക്ക് ഞങ്ങൾ രണ്ടുപേരാണോ? രണ്ടുപേരും കൂടി 5-8 രാജ്യം അത്രയോ. പോയിട്ടുണ്ട്. ആ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയായിരുന്നു? ഏറ്റവും ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. ദുബായ്. ദുബായ് ഇഷ്ടമാണ്. ഉം. കാണാൻ ഭംഗി ടർക്കി, ഇതുവരെ പോയി ടർക്കി ഇഷ്ടമാണ്. ഉം. വൈബ് ബാങ്കോക്ക് തായ്ലൻഡ്. പിന്നെ വിയറ്റ്നാം നല്ല സ്ഥലമായിരുന്നു. ബാലി ബാലി അടിപൊളിയാണ്. പോയ എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി. എല്ലാത്തിനും എൻ്റെ എപ്പോഴും ഒരുപാട് തവണ പോയും ഇനിയും പോകണമെന്ന് തോന്നുന്ന സ്ഥലം എന്ന് പറയുന്നത് ദുബായ് ആൻഡ് ബാങ്കോക്ക്. അത് രണ്ടും ആണ് ഏറ്റവും കൂടുതൽ. ഭയങ്കര എപ്പോഴും. നമ്മളിപ്പോൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇന്ന സ്ഥലത്ത് പോയി വെച്ചെങ്കിൽ ഫുഡാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ പോകുന്നത്, അതോ? ഞങ്ങളുടെ ട്രാവൽ എല്ലാം ഉണ്ടാവും. സ്ഥലം കാണണം, ഫുഡ് കഴിക്കണം, പിന്നെ ഷോപ്പ് ചെയ്യണം. ഷോപ്പിംഗ് നമുക്ക് നോക്കും അതിന് ചീപ്പാണോ എന്നാൽ ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഷോപ്പ് ചെയ്യും, ഫുഡ് കഴിക്കും, സ്ഥലങ്ങൾ കാണും. ഇത് മൂന്നും ഒന്നിനും ഇമ്പോർട്ടൻസ് ഇല്ല. ബാങ്കോക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ കാലിപ്പെട്ടി ഒരു ഡ്രസ്സ് അവിടെ പോയി ഇടാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. ബാക്കി പർച്ചേസ് ഒക്കെ അവിടെ. ബാക്കി പർച്ചേസ് ഒക്കെ അവിടെ. കാര്യം അവിടെ പോയി പർച്ചേസ് ചെയ്തവർക്ക് അറിയാം അവിടെ പർച്ചേസ് ചെയ്തതിന്റെ ഗുണം. നമുക്ക് എക്സ്പെൻസീവ് സാധനവും വാങ്ങിക്കാം, എന്നാൽ നോർമൽ ആയിട്ടുള്ള സാധനം 1000 ബാത്തിനൊക്കെ നമുക്ക് 4 ബാൻഡൊക്കെ വാങ്ങിക്കാം. ഇതിന്റെ ഫുൾ പ്ലാൻ ആരാടുന്നത്? ഇപ്പൊ ട്രാവൽ ചെയ്യണം എന്നുള്ളതിന്റെയും എവിടെ പോകണം, പോയി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്ന ഹോട്ടലിൽ കയറാൻ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ ഫുൾ പ്ലാൻ അങ്ങനെ പോയിട്ടില്ല. നമുക്ക് എപ്പോഴും ഒരു ട്രാവൽ ഏജൻസി ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇപ്പൊ അസോസിയേറ്റിംഗ് വിത്ത് വൈൻ ട്രാവൽസ്. അപ്പൊ അവരാ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഈ ഇയർ ഒരു ട്രാവൽ പ്ലാനിങ് ഉണ്ട്. എങ്ങോട്ടാ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു? 2 സ്ഥലം ഇങ്ങനെ പ്ലാനിങ്ങിലാണ്. 2 സ്ഥലം സെറ്റ് ആയിട്ട് ഞാൻ അടുത്ത പോഡ്കാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പം അതാണ് പറഞ്ഞ പറയുന്നത് ഇന്ന സ്ഥലത്ത് പോവാം, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ അവരോട് പറയും ഇന്ന സ്ഥലത്ത് പോവാം. അപ്പോൾ അത് അവരെ ഒരു പ്ലാൻ, നിങ്ങൾക്ക് എങ്ങനെയാ ഏത് സ്ഥലത്ത് എത്ര ദിവസം വേണം എന്നൊക്കെ പറയുമ്പോൾ അവർ കാര്യം അവരുടെ ജോലി അതാണല്ലോ. വെറുതെ നമ്മളിരുന്ന് എനിക്ക് അങ്ങനത്തെ ഞാൻ പ്ലാൻ ഇടും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ വെറുതെ ഇരിക്കും കൂട്ടുകാരിലാണ് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ബാങ്കോക്ക് പോയാലാ ഒരു എല്ലാ ഫ്രണ്ട്സ് ഗാങ്ങിന്റെ അടുത്തും ഉണ്ടാവും. ഞാൻ ഏകദേശം അതുപോലെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കും. എടാ നമുക്ക് നാളെ മൂന്നാർ പോയാലോ? പോവാലോ, എല്ലാം പറഞ്ഞ് സെറ്റ് ആയിരിക്കും. എന്നിട്ട് നീ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവില്ല. ഞാൻ അപ്പൊ പ്ലാൻ ചെയ്ത് അപ്പൊ പോവാണെങ്കിൽ നടക്കും. പിന്നെ പിന്നത്തെ ഒരു ഡേറ്റിലോട്ട് ഇപ്പൊ ഇന്നല്ല, നമുക്ക് അടുത്ത ആഴ്ചയാണ് നമ്മൾ പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ട് വെച്ചെങ്കിൽ ആ പോക്കിന് ഞാൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും പോകും. പിന്നെ ആ സമയത്ത് ആ പ്ലാൻ സീരിയസ് ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ പിന്നെ അന്നത്തെ ദിവസം ബിരിയാണി എടുത്ത് പറയും, കുട്ടിക്കാലം മറക്കണ്ട, പ്ലാൻ ചെയ്തു ഇത്രയും പെട്ടെന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ നടക്കൂല. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഈ അടുത്തായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിലവിടെ ചുമ്മാ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഈ വർഷം കുറെ കോൺസേർട്സ് കാണാൻ പോകണമെന്നുണ്ട്. അത് ബബറിന് ഇഞ്ചക്ട് ചെയ്ത് തന്ന സാധനമാണ്. അവരൊക്കെ ഞങ്ങൾ കുറെ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എക്സീരൻ മുതൽ തുടങ്ങിയതാ. എക്സീരൻ കണ്ടു, ഷാനിക്കയുടെ അതിന് ഞാൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ഷാനിക്കയുടെ ഷോ ഉണ്ടായിരുന്നു. പിന്നെ ഹുഗൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ഷോ ഉണ്ടായിരുന്നു. പിന്നെ ബോയിലർ റൂം പോയി, പിന്നെ വിനി വിച്ചയുടെ ലൈക്ക് ഓരോ മ്യൂസിക് ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക്. അപ്പോൾ അങ്ങനെ അനിരുദ്ധിന്റെ ഷോ ഈ വർഷം കാണണമെന്നുണ്ട്, എൻട്രിക്കയുടെ ഷോ കാണണമെന്നുണ്ട്, നെക്സ്റ്റ് ഇയർ എയ്ക്കോന്റെ ഷോ കാണണമെന്നുണ്ട്. ഇങ്ങനെ ഇനിയിപ്പോ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ട്രാവൽ ആണ്. കുറെ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ കമ്മിങ് ടു ഇന്ത്യ കുറെ അല്ലേ, ഒത്തിരി ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ വരാനുണ്ട്. അപ്പൊ നമ്മുടെ ഓടിപ്പോയി നമുക്ക് കാണാൻ പറ്റിയ ദൂരത്തുണ്ടെങ്കിൽ പിന്നെ ട്രൈ ചെയ്യാം. എനിക്ക് പിന്നെ ഇവരുടെ ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ ഒരു പാട്ടയിൽ പറയത്തുള്ളൂ. ഈക്കൊണ്ട് കുഞ്ഞാണോ ഈക്കൊണ്ട് കേട്ട ശീലമുണ്ട്. കുഞ്ഞാണോ അല്ല, അക്ഷരം അറിയത്തില്ലെങ്കിൽ അർത്ഥം അറിയത്തില്ലെങ്കിലും ഗോ റൈറ്റ് ഞാൻ ഇതൊക്കെ പാടി കാറിലൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് ഈക്കൊണ്ട് പാട്ടുകളാണ്. ഹുഗലൊന്നും എനിക്ക് ആർട്ടിസ്റ്റുകളെ അറിയത്തോലില്ലായിരുന്നു. അമറിനൊക്കെ അറിയാം, പക്ഷെ പാട്ടുകൾ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ കുറെ ആഫ്രോ സോങ്സ് ഉണ്ട്, മജ്നൂന എന്നൊക്കെ പറഞ്ഞ സോങ് കേട്ട് പേര് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പോയിട്ടാ പഠിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കും ഇത് ഏത് ആർട്ടിസ്റ്റ്? എടാ ഇന്ന സോങ് പുള്ളിയുടെ. ഇതാണോ? ഈ സോങ്ങും പുള്ളിയുടെ. അത്രേ അറിയുള്ളൂ. പക്ഷെ മൊത്തത്തിൽ ആ രസമായിരിക്കും ആ നൈറ്റ് ഡി ജെ പാർട്ടിയുടെ ഇടയിൽ നിന്നിട്ട് ആ ഒരു വൈബ്. മ്യൂസിക് അല്ലേ, ഏത് കേട്ടാലും. മ്യൂസിക് പണ്ട് പോലെ ഇഷ്ടമായിരുന്നോ, അതോ പ്രോഗ്രാമിന് വന്നതിന് ശേഷമാണോ? അല്ല, കേൾക്കാൻ എനിക്ക് ഇഷ്ടം. കേൾക്കാൻ ഞാൻ കുറെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മള് ബാലരമയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം ഞാൻ പണ്ട് നമുക്ക് പുസ്തകക്കടയിൽ നിന്ന് ഇത് കിട്ടത്തില്ലേ, പിന്നെ പാട്ടുപുസ്തകം,
ഉം, ഉം. അവൻ പാട്ട് പുസ്തകം വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ അവരൊക്കെ നോക്കി അത് എനിക്ക് ഉണ്ടാവും മൊത്തം ശീലമുണ്ട്. കാണപ്പടം പഠിച്ച് ആ പാടും. പിന്നെ സൂര്യ മ്യൂസിക് വന്നപ്പോൾ അവിടെ സോങ്സാ. ആ. പിന്നെ സി കേരളം പോയപ്പോ സരിഗമ അവിടെയും സോങ് ആണ്. 90s കിഡ്സ് നമ്മൾ അഹങ്കാരത്തോടെ പറയില്ല, നമുക്ക് പഴയ പാട്ടുകളുടെ ലിറിക്സ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നമുക്ക് അത് നല്ല വൃത്തിക്ക് നമ്മൾ അറിയാം. ആഹാ. അല്ലേ, ആ പിന്നെ ചന്ദ്രമണിയൊക്കെ നമ്മൾ പാടും. ഇപ്പൊ എന്റെ ആണെങ്കിലും ചെറുപ്പകാലത്ത് ഈ പറഞ്ഞ പോലെ പാഠപുസ്തകങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പാടാൻ അറിയില്ലേലും ഈ സംഭവം നമ്മുടെ കൈ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും കയറി ഇറങ്ങി പോയി ആ കാണണം അതിന്റെ നമ്മൾ സ്കിറ്റ്സിന്റെ. ചുമ്മാ ഇതൊക്കെ ഇതായിരുന്നു എന്റെ അർത്ഥമൊക്കെ ഇതായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്റെ വരികൾ എന്നൊക്കെ നമ്മൾ ചുമ്മാ അത് വായിച്ചൊക്കെ നോക്കും. അപ്പൊ അതാ ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങിയത് ട്രാവലില്ല. ട്രാവൽ ചെയ്താൽ അങ്ങനെ ഇന്നൊരു പെർട്ടിക്കുലർ സാധനമൊന്നുമില്ല, എല്ലായിടത്തും എല്ലാത്തിനും വേണ്ടി പോകും. ഞാൻ ചേട്ടൻ്റെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇടയിൽ കേട്ടിരുന്നു ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഹറാസിങ് കോ പാസഞ്ചറിനൊക്കെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു അൺഫിൽറ്റേഡ് അപർണ പുള്ളിക്കാരുടെ തോന്നുന്നു. ആ ആ ഒരാള് എപ്പോഴും കൂടെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വേറെ ഭാഷ സംസാരിക്കുന്നത്, ആളുടെ എന്തോ ഒരു ഇറിറ്റേഷൻ സംഭവമൊക്കെ വെച്ചിട്ട് പറഞ്ഞിരുന്നു. ആ അതുപോലെ ഉള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും? ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ, കാര്യം നമ്മൾ വേറൊരു കൺട്രിയിലൊക്കെ പോകുന്നത്, അവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ലാംഗ്വേജ് വേറെയാ, അവരുടെ കൾച്ചർ വേറെയാ. അപ്പൊ എല്ലാവരും ഒന്നും പ്ലീസിങ് ആയിട്ടോ എല്ലാവരും ഒന്ന് വെൽക്കമിങ് ആയിട്ടോ ആയിരിക്കത്തില്ല. അപ്പോൾ വി ഹാവ് ടു ഡീൽ ദാറ്റ്. അല്ലെ പിന്നെ നമ്മൾ, അല്ലേ, എല്ലാ ഇപ്പോൾ ഒരു കൺട്രി പോയി കഴിഞ്ഞാൽ കൺട്രിയുടെ നല്ലതും ആ കൺട്രിയുടെ ചീത്ത എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന പോലെ അങ്ങനെ നമുക്ക് ഇതൊക്കെ വല്ലപ്പോഴേ വരത്തുള്ളൂ. ഇപ്പൊ ചില നമ്മൾ ഒരു 5-6 ദിവസത്തെ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമായിരിക്കും എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഉറങ്ങാൻ കയറുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുട്ടി, പുറകിൽ 2 കുട്ടികൾ. ഇവരാണെങ്കിൽ കരച്ചിലും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇത്രയും ദിവസം ട്രാവൽ കഴിഞ്ഞു വന്നാൽ കുഞ്ഞിനോട് പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞിന് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒക്കെ കരച്ചിൽ വരും. കാര്യം ആ പ്രഷർ ചെവി വരുമ്പോൾ നമുക്കാണെങ്കിൽ ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചോണ്ടിരിക്കാൻ പറ്റും. അവർക്ക് കരയാനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ചില പെറുങ്ങാണികൾ ഫുൾ ചിലയായിരിക്കും. രണ്ടുപേരൊക്കെ ഒരു അപ്പുറം ഇപ്പുറം കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട് പാസ് 2 ചെറുതുകൾ. അപ്പം ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്ന കൊളാട്രൽ ഡാമേജാ. പിന്നെ ഞങ്ങൾ എവിടെയോ പോയിട്ട് വരുമ്പോൾ ഒരു ഫുൾ ഫ്ലൈറ്റ് എൻ്റെ സൈഡിൽ ഇരുന്ന് ഞാൻ ഈ സീറ്റിലിരിക്കുന്നു, എൻ്റെ നേരെ സൈഡിലത്തെ സീറ്റിൽ ഒരു ചേച്ചി ഇരിക്കുന്നു, ഫ്രണ്ടിൽ ആ ചേച്ചിയുടെ ഫാമിലി, ഇവിടെ ആ ചേച്ചിയുടെ ഫാമിലി. അതായത് ട്രയാങ്കിളിൻ്റെ നടുക്കാണ് ഞാൻ. അവര് 3-3.5-4 മണിക്കൂർ അവർ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ നെക്ക് പില്ലോ വെച്ചിട്ട് അതിനൊരു ഹുഡി പോലെ സാധനം അതും ഇട്ട് ഞാൻ ഹെഡ്സെറ്റും എടുത്തില്ല. എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്തായാലും കഥകളൊക്കെ ഇവര് അന്ന് നമ്മൾ അവിടെ പോയപ്പോ അതൊക്കെ എൻ്റെ കൂടെ നടക്കും. നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റത്തില്ല. അല്ലെ നമ്മള് പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പോകണം, കാശില്ലല്ലോ. അല്ലേ, അത് നമ്മള് മറ്റേ നമുക്ക് മാത്രം പോകുന്ന VIP കാറെ പോകണം, അതെടുത്തില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാരും നമ്മളോട് നല്ലായിരിക്കണം, നടക്കും, അങ്ങനെ നടന്നോളൂ. ഓക്കെ, ചേട്ടന്റെ പേര് ജീവ ജോസഫ് എന്നല്ലാതെ അഖിൽ എന്നാണല്ലോ പേര്. അത് ജീവയിലോട്ട് മാറാനുള്ള കാരണം എന്തായിരുന്നു? ജീവൻ എന്നായിരുന്നു വീട്ടിൽ ആദ്യം ഇട്ട പേര്. ജീവൻ, അനിയന്റെ പേര് ജിജോ. അപ്പം സ്കൂളിലൊക്കെ ചേർക്കാൻ പോയ സമയത്ത് ഈ ജെ വെച്ചുള്ള പേര് അവനങ്ങ് ബാക്കിൽ പോകും. ഞാൻ പറഞ്ഞ അക്കാഡമിക്സിനോട് താല്പര്യമില്ല ഡാഡി, വെച്ചൊരു പേടാ. നമ്മൾ ഇന്റർവ്യൂലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം വിളിക്കും ആ ഇൻസ്റ്റാഗ്രാം കേറാൻ വയ്യ. ആ എ വീഡിയോസ് ഉണ്ടാക്കുന്നതില് അമല്, അഖില്, വിഷ്ണു. അഖിൽ എന്ന് പറഞ്ഞാൽ കോഴി എന്നാണ് ഇപ്പൊ ഒരു ആസ്ഥാന വട്ടം. അങ്ങനെയൊന്നും ഇല്ല. ഫെഡറിക് എന്നൊക്കെ പറഞ്ഞ ജാടയുള്ള പേരുള്ള ഫെഡറിക്കാരെ മുഴുവൻ ഉണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ എനിക്ക് പേര് വന്നേ ഉള്ളൂ. എന്തോ ഡീസന്റ് പേരുള്ള ജാട പേരുള്ളവരൊക്കെ നല്ല ആസ്ഥാന കോഴികളെ എനിക്കറിയാന്നറിയാം. പക്ഷെ ഇതൊരു ജീവിതത്തിന്റെ ഒരു ഫേസ് ആണ്. ഇത് കടന്നു പോകണം നമ്മൾ. ഇൻസ്റ്റാഗ്രാമിന്റെ AI പരീക്ഷിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പൊ അങ്ങനെ അഖിലിന്ന് ജീവയിലോട്ട് അക്കാദമിക്സിന് ശേഷമാണോ മാറ്റിയത്? അപ്പൊ അല്ല, സ്കൂളിൽ ചേരുമ്പോൾ സമയത്ത് പപ്പ ഇട്ടത് അഖിൽ ആകാശ് എന്നുള്ള പേര്. അഖിൽ ആകാശ്. എന്നിട്ട് അത് മാറ്റി ജീവാന്നുള്ളത് ഞാൻ ചാനലിൽ വന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മള് ഇപ്പം പ്രോഗ്രാമിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവില്ല. ഇപ്പൊ വെൽക്കം സമയത്ത് VJ എന്നുള്ള പേര് പറയുമ്പോൾ VJ അഖിൽ എന്നല്ല നമുക്ക് ഏതെങ്കിലും ഒരു പേരിടാൻ പറ്റുകൂടാ എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ജീവ എന്നാണ്. ജീവൻ ജീവനെ അത് നല്ല പേരാണ് VJ ജീവ.
അങ്ങനെ വിളിക്കാനുള്ള എൻ്റെ സ്ക്രീൻ നെയിമായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ആ, നമ്മള് അറിയുന്നില്ലല്ലോ. പിന്നെ അതായിരിക്കും ആ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും ഞാൻ ആദ്യം എന്റെ അമ്മയൊക്കെ വിളിക്കുന്ന ജീവനേന്നാ. അപ്പോ ആ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ പ്രോഗ്രാം കണ്ട ആളുകൾ വിളിക്കുമ്പോൾ അങ്ങനെ ജീവാന്ന് വിളിക്കുമ്പോൾ ജീവാന്ന് എനിക്ക് തന്നെ എനിക്ക് കേൾക്കാനാണ് ഫീൽ ഇഷ്ടം. കിട്ടും. യെസ്, അഖിൽ എന്ന് വിളിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഫോർമലായിട്ടാണ് തോന്നുന്നത്. കാര്യം ഞാൻ എമിഗ്രേഷനിൽ കൊടുക്കുന്ന പിന്നെ പാസ്പോർട്ടിനകത്തും ഹോട്ടൽസിൽ കൊടുക്കുന്ന പിന്നെ ID പ്രൂഫിനകത്തും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് എന്നെ ഫോർമലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാനത് കൊടുക്കുന്നത്. ഓ യു മനസ്സിലാക്കില്ല. അപ്പൊ ജീവാന്ന് തന്നെ അറിയപ്പെടാനാണ്. യെസ് യെസ് ഓഫ് കോഴ്സ്. അപ്പം ആ ജീവ ഇങ്ങനെ ചില അതാ ഞാൻ അല്ല അപ്പൊ പിന്നെ ജീവ അത് ഇത് എന്റെ പേരാണ്. ആ, ധ്യാൻ ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആപ് കൈസ ഹെ മൂവിനകത്ത്? എനിക്ക് ധ്യാൻ ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല, ധ്യാൻ ചേട്ടനും ജീവചേട്ടനും അതുപോലെ മൂവി പ്രൊമോഷന് വേണ്ടിയിട്ട് കോളേജുകളിലും അതുപോലെ ഓപ്പൺ സ്റ്റേജിൻ്റെ അകത്തൊക്കെ പോകുന്ന സമയത്ത് ധ്യാൻ ചേട്ടനെ അവിടെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, ജീവചേട്ടൻ ഇടയിൽ കൂടെ കയറി വരുന്നു, പിന്നെ ഫുൾ സ്റ്റേജ് ജീവചേട്ടനാണ്. ഞാൻ ചേട്ടൻ നമ്മളൊക്കെ ഇന്റർവ്യൂസിൽ കാണുന്ന പോലെ വൈബാണ്. ഇന്റർവ്യൂ കാണുന്നത് തന്നെയാണ് പുള്ളി, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇല്ല അതല്ലേ പുള്ളിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. പുള്ളി ഒന്നും ഈ ഇന്റർവ്യൂ നിങ്ങൾ എത്ര നാളിട്ട് കാണാൻ തുടങ്ങിയ പുള്ളി അന്നും ഇന്നും സെയിം അല്ലേ. പിന്നെ പുള്ളി ഇന്റർവ്യൂ സ്റ്റാർ അല്ലേ. പിന്നെ പുള്ളിക്ക് പറയേണ്ട കാര്യങ്ങൾ പുള്ളി പറയുമ്പോ അത് സർക്കാസ്റ്റിക്കലിയും പറയും, കൊള്ളിച്ചും പറയും. പുള്ളി അങ്ങനെ അങ്ങനെ എനിക്ക് മനസ്സിലൊന്നും ഇരിക്കാത്ത ഭയങ്കര രസമാണ് സംസാരിച്ചോണ്ടിരിക്കാൻ. ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഷൂട്ടിന് സമയത്ത് എനിക്കൊന്നും കോവിഡ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് റിലീസാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഷൂട്ട്. അപ്പൊ ഇങ്ങനെ എടാ നിന്റെ ബ്ലോഗ് ഞാൻ കാണാറുണ്ട്, പരിപാടി ഉണ്ട് വരുന്നോ? ഞാൻ ചേട്ടാ ഞാൻ വരാം. ധ്യാൻ ചേട്ടനാണോ അപ്പൊ സിനിമയിലോട്ട് വിളിച്ചത്? ആപ് കൈസയിലോട്ട് വിളിച്ചത് ധ്യാൻ ചേട്ടനാണ്. അവന് അവിടെ ചെല്ലുന്നു. ധ്യാൻ ചേട്ടനാകുമ്പോ പിന്നെ ഫുഡ് നല്ല നല്ല ഫുഡ് നല്ല നല്ല സ്ഥലത്തുനിന്ന് അത് കഴിക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആണ് അതിന്റെ ഡയലോഗ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് അങ്ങനെ നീ ഇവിടെ എന്തായിരിക്കും, നീ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും പറയുന്നത്, ഇങ്ങനെ പറയല്ലോ, ഇവിടെ എഴുതാം. അപ്പൊ മൊത്തത്തില് എങ്ങനെയാണോ എനിക്ക് അത് ഇന്റർവ്യൂലുള്ള ധ്യാൻ ചേട്ടനെ ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ധ്യാൻ ചേട്ടനെ രണ്ടാമെന്ന് തോന്നിയിട്ടില്ല. പുള്ളി അങ്ങനെയാണ്. പുള്ളി എന്തെങ്കിലും കാര്യം വന്നാൽ സാധനം കയ്യിൽ നിന്ന് പോയി ഇപ്പൊ എന്ത് മനസ്സിലെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് ഇന്നത് ഇഷ്ടമാണ്, എനിക്ക് ഇന്നത് ഇഷ്ടമല്ല, അങ്ങനെ എല്ലാവരും കൊണ്ടും പറയാൻ പറ്റത്തില്ല. നമ്മള് കാര്യം എല്ലാരും അങ്ങനെ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ചേട്ടൻ ആ ഒരു ഫ്രീഡം ഉണ്ട് ഇപ്പൊ ആൾക്കാരുടെ. പുള്ളിക്ക് പുള്ളി കാണിക്കുന്ന എന്താണോ അത് തന്നെയാണ് ധ്യാൻ എന്നുള്ളൊരു. ചേട്ടാ ഞാൻ ഇങ്ങനെയാണ്. അത് എല്ലാവർക്കും അതൊരു ടൈപ്പ് ഓഫ് സ്വീകാര്യത കൂടാ. ടോട്ടൽ ആ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നു. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയം ആയതുകൊണ്ട് മാസ്കിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ക്രൂവിന്റെ എണ്ണത്തിൽ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മള് അതിന്റെ ഇടയ്ക്ക് ദിവ്യദർശൻ, ഞാന് നമ്മുടെ പിന്നെ നത്ത്, അപ്പൊ ഞങ്ങൾ എല്ലാവരും രസമായിരുന്നു. മൊത്തം വൈബ് തന്നെയായിരുന്നു. ചേട്ടന് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആങ്കർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇപ്പോ ക്രിയേറ്റർ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അത് ഇപ്പം ഇൻസ്റ്റാഗ്രാമില് കൊളാബറേഷൻസ് ചെയ്യുന്നോണ്ട് തരുന്നതായിരിക്കും, അല്ലാതെ ഞാനങ്ങനെ കോണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കൂടുതലും അപർണ ചേച്ചിയുടെ ചാനലിന്റെ അകത്ത് കൂടെയാണ്. അപർണയാണ് അതിന്റെ ഒക്കെ പുറകിൽ എന്തെങ്കിലും കൊണ്ടുവരും. ഞാൻ അത്ര ക്രിയേറ്റീവ് അല്ല. ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്കൊരു ശൂന്യത എന്നൊരു സാധനം, ഒരു ഐഡിയ എടുത്ത് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും പറഞ്ഞതാ ഐ ക്യാൻ ഇംപ്രവൈസ്. അതെനിക്ക് പറഞ്ഞത് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. ഞാൻ നേരത്തെ അതിനെ പിടിച്ച് ആറ്റം വരെ കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമ്പം ഇതിങ്ങനെ കണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്താലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ അതിനുള്ള എഫേർട്ട് എടുത്തില്ല. ഞാനൊരു മടിയനാണെന്ന് ചോദിച്ചാൽ മടിയനല്ല. പക്ഷെ ഇപ്പൊ ഉള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കുറച്ചുകൂടെ അത് വലുതാക്കി എന്നോട് അപ്പുറം പറഞ്ഞു കുറച്ചുകൂടെ ഒന്നും ഇതായത് ആ സ്പേസ് കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ ഞാൻ പറയാം ചെയ്യാം. എനിക്ക് അതിനുള്ളൊരു ഇതങ്ങോട്ട് വരുന്നില്ല. എനിക്ക് പിന്നെ ഈ കുറച്ച് മാസങ്ങളുടെ സാഹസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പ്ലാൻസിലാണ്. ഒന്നുകൂടെ എന്റെ വർക്ക് സ്പേസ് എനിക്ക് എന്റെ ഉണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. എന്തെങ്കിലുമൊക്കെ പഴയ ചെയ്തു തുടങ്ങണം. ശരി, ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കറിങ് ആണോ, കോണ്ടന്റ് ക്രിയേഷൻ ആണോ, അതോ ആക്ടിങ് ആണോ, ഏത് രീതിക്ക് അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ മറുപടി ഉള്ളായിരുന്നു അതില്, എനിക്കൊരു ആക്ടർ ആകണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആക്ടർ, നല്ലൊരു ആക്ടർ
ആവണം. അതിനോടൊപ്പം തന്നെ ആങ്കറിങ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. രണ്ടും കൂടി ഒരുമിച്ച് യെസ്, അതെനിക്ക് കാര്യം. എനിക്കിപ്പം കുറേ നാളത്തെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള പൈസ തന്നെ എനിക്ക് ആങ്കറിങ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജോലികളിലൊന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം സെയിം ആയിരിക്കും, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറെയാണ്, നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്, നമ്മൾ ഓരോ ദിവസം ഓരോ ഓരോ രീതിക്കാണ്. ജോലി സെയിം ആയിരിക്കും അല്ലേ? ഇപ്പം ഒരു 3 ഗസ്റ്റ് വന്നിരുന്ന് 2 ഗസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു ഗസ്റ്റ് പുതിയതാണെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ പുതിയതായിട്ട് മീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വരുന്ന കോൺവെർസേഷൻ വ്യത്യാസമായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ പഠിച്ചു വെച്ച കാര്യങ്ങളല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ സ്പേസിലല്ല വർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സിലെ ഷോ ആണെങ്കിൽ സ്കിറ്റാ, ഓരോ ദിവസവും ഓരോ സ്കിറ്റാ, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പുതിയതുണ്ടാവും. അപ്പോൾ അതെനിക്ക് പിന്നെ ഞാനെന്ന് പറയുന്ന ആളെ മടുക്കുന്നില്ല, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എനിക്ക് മടുക്കത്തില്ല. എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ആങ്കറിങ് ഈ പറഞ്ഞ ബാക്കി വേറെ ഏതെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ 9 to 5 ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു കാര്യം തന്നെ എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യുന്നു. അതന്നെ കണ്ടിന്യൂസ്ലി സെയിം സാധനം, ഒരു മാറ്റമില്ലാതെ എങ്ങനെയോ ഞാൻ പോകുമ്പോൾ നേരത്തെ നമുക്ക് പറഞ്ഞില്ല, എന്തായാലും നമ്മളൊക്കെ ഭാഗ്യവാന്മാരാന്ന് പറയാനുള്ള ഒരു കാര്യം അതാ. ഒന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫീൽഡിലല്ല നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്. എന്തോരം ആൾക്കാരുണ്ട് 9 to 5 ജോബ് ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ പറഞ്ഞ 9 to 5 ജോബ് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ദേ ലവ് ടു ഡു ദാറ്റ്. അവിടെ ഇരുന്ന് ചിലർ അതിൽ ക്രിയേറ്റീവ് ആവും. എനിക്കത് ചിന്തിക്കാനേ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ല. പിന്നെ എനിക്കാണ് കുറെ എനിക്കിപ്പോ വിരിവിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുന്തളിക്കും. ഒരു സമയത്ത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും ഞാൻ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി നടക്കാൻ തോന്നും. ആറടുത്ത് എവിടെയെങ്കിലും പോകാൻ തോന്നും. വീട്ടിൽ കിടന്ന് നടക്കാൻ തോന്നും. ഓക്കെ, കാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടിലിപ്പോ ഒന്ന് BMW 340, പിന്നെ അപർണ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പോളോ, രണ്ടും ജർമ്മൻ മെയ്ഡ്. ശരിക്കും വണ്ടികളോടുള്ള ആ ഒരു ഇഷ്ടം ഏത് മുതലേ തുടങ്ങിയത്? ചെറുപ്പം മുതലേ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാറിന് BM-നോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നോ, അതോ 99% പയ്യന്മാരോടും നമ്മൾ ഈ കാര്യം എപ്പോഴാ തുടങ്ങിയത് നമ്മൾ ചോദിക്കരുത്. നമ്മുടെ ബ്ലഡിലുണ്ട്, നമ്മുടെ ജീനിലുണ്ടത്. നമ്മൾ കുഞ്ഞുനാള് നമ്മൾ വാങ്ങിക്കുന്ന ടോയ്സ് നമ്മൾ മിക്കവാറും എല്ലാവരും വാങ്ങിക്കുന്ന ബസ്, കാറൊക്കെ ആയിരിക്കും. എൻ്റെ അടുത്ത് പഴയ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ചിലപ്പോൾ അതിലായിരിക്കും പോയി പിടിച്ചിട്ടുണ്ടാവുക. അല്ലേ? അത് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കാൻ തുടങ്ങി. അത് വീട്ടുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായിരുന്നല്ല. GTA Vice City, San Andreas ഒക്കെ നമ്മൾ കളിച്ചോണ്ടിരിക്കുക. അതായത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാവർക്കും റേസിംഗ് ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. റോഡിൽ കൂടെ പോകുന്ന കാർസ്, ഇപ്പൊ 3-4 പേര് നമ്മുടെ സ്കൂൾ വാനിരിക്കുവാണെങ്കിൽ ആ കാറിന്റെ നമ്മളങ്ങനെ സ്പോട്ട് ചെയ്യാൻ തുടങ്ങിയത് നമ്മളെ ആരും പഠിപ്പിച്ചതല്ല. അപ്പൊ വളർന്നു വരുന്ന ഒരുപാട് ഇപ്പൊ കുഞ്ഞു പിള്ളേർ BM, ബെൻസ് അതിന്റെ ബ്രാൻഡ് പറയും, അതിന്റെ മോഡല് പറയും. ചില കുട്ടികൾ അതിന്റെ ടെക്നിക്കൽ, അതിന്റെ എൻജിൻ സ്പെക്ക് വരെ പറയും. അതൊരു കുത്തിയിരുന്ന് കാണാൻ പഠിച്ചല്ലേ നമ്മള്. അല്ലേ? അങ്ങനെ തുടങ്ങിയതാ. എനിക്ക് കാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പൊ BM-ലോട്ട് എത്തിയത് ഈ പറഞ്ഞ പോലെ. ബാക്കി നമ്മൾ BM എടുക്കുന്ന സമയത്ത് വേറെ കുറെ കാറുകളെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. BM എൻ്റെ ലൈഫിലെ കുറെ കാര്യങ്ങൾ എനിക്ക് പുള്ളിക്കാരൻ നന്നാന്ന് പറയുന്ന പോലെ. ചെറിയ ഏജിൽ കല്യാണം കഴിച്ചു. അപ്പൊ ആലോചിക്കാൻ പോലെ ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പോയി. അതേപോലെ എനിക്ക് കിട്ടിയതാണ് BM. ഞാൻ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന MG ഹെക്ടർ ആയിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടെടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഫോക്സ് വാഗൻ പോളോ TDI ഹൈലൈൻ ഡീസൽ. അപ്പൊ ഞാൻ 2 years കൊണ്ട് 98,000 കിലോമീറ്റർ ഓടിയപ്പോഴാണ് ഹെക്ടർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരുന്നത്. ആദ്യം കുറെ പേര് പിന്തിരിപ്പിക്കാൻ നോക്കി, ചൈനീസ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. MG വന്ന സമയത്ത് എല്ലാവരും അപ്പൊ എനിക്കൊന്ന് പുറത്തെ യൂറോപ്യൻ ആണ്, വിച്ച് ഈസ് ഓൺഡ് ബൈ ചൈനീസ് ബ്രാൻഡ്. അപ്പം കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അത് ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ബൈ അതർ ബ്രാൻഡ്സ്. അപ്പൊ കുഴപ്പമില്ല. ചിലപ്പോൾ അവർ സർവീസ് ചെയ്യുന്നത് എറണാകുളത്തെ ഒന്നാമത്തെ പ്രോമിനന്റ് ഡീലേഴ്സാണ്. അപ്പോൾ കുഴപ്പമില്ലായിരിക്കും, നോക്കാം. എനിക്ക് ഒരിക്കലും ഒരു പണിയും തന്നിട്ടില്ല. ആദ്യമൊക്കെ കുറച്ച് അതിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ അതിൻ്റെ മറ്റേ ഇന്റർനെറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ച് എറേഴ്സ്, കുറച്ച് ബഗ്സ് ഒക്കെ വരുമായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ആഴ്ച കൊണ്ട് ബഗ് ക്ലിയർ ചെയ്യും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് MGയും Kia ആണ് ഇത്രയും ഇന്റർനെറ്റ് കണക്റ്റഡ് കാർ എന്നുള്ള കൂടുതലും. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ആ 2 ബ്രാൻഡ്സാണ്, കിയയും MG ഹെക്ടറും ആ സമയത്ത്. അതിനുശേഷമാണ് ഒരുപാട് ബ്രാൻഡ്സ് ആ വിലക്കകത്ത് കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. അത് എനിക്ക് 360 ക്യാമറ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പം ഞാനത് എനിക്ക് തോന്നുന്നു 2.5-3 വർഷം ഉപയോഗിച്ചു. അതിലൊരു വർഷം ഫുൾ കോവിഡ് ആയിരുന്നു. ഞാനതൊരു 58,000-60,000 കിലോമീറ്റർ ഓടി. എന്നിട്ടാണ് കൊടുത്തിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്ന് കയറുന്നതായിരുന്നു 340i. അത് അന്ന് താങ്ക്സ് ടു റോഡ് വേ മോട്ടോഴ്സ്. അത് കാലിക്കറ്റുള്ളവരാ. നെമ്മൊക്കെയാണ് അത്. നെമ്മൊക്കെ പറഞ്ഞു ഇതൊന്ന് ഓടിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ഇത് എനിക്ക് അറിയാതെ ഓടിച്ച് എനിക്ക് എടുക്കാൻ തോന്നുന്നത് ആ പ്രശ്നം ഇല്ല. നീ ഒന്ന് ഓടിക്കും. നീ ഇപ്പം ബിരിയാണി കഴിച്ചിട്ട് വാ. ഓഹ് മോനെ, ഞാനത് കാലിക്കട്ട് വെച്ച് 340 എടുത്തോണ്ട് ബിരിയാണി കഴിക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ആ ബിരിയാണിയുടെ അത്രയും രസമായിരുന്നു. ഞാൻ ബിരിയാണി എനിക്ക് ഇഷ്ടമായി, വണ്ടി എനിക്ക് ഇഷ്ടമായി, നമുക്ക് ഇത് എടുക്കാം, എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞു നമുക്ക് എടുക്കാം. അതായത് ഇക്കയുടെ കൂടെ ഒരു ഇതുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇനി ഒരു അപ്ഗ്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും. എങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് അടുത്ത വണ്ടി ഉണ്ട്, വേറെ വണ്ടികൾ എടുക്കാലോ. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഒറ്റ നില വീട് പരന്ന് കിടക്കുന്ന ഒരു ഒറ്റ നില, ഒരു 3-4 റൂം, ഒരു 5-6 കാറിടാനുള്ള ഗരാജ്. വീടില്ലെങ്കിൽ കാറാത്തി കിടന്ന് ഞാൻ ഇറങ്ങിക്കോളാം. ഓക്കെ. അപ്പൊ എങ്കിലും ഏതായിരിക്കും ഒരു പർട്ടിക്കുലർ മോഡല്? എനിക്ക് പോഷ് ഇഷ്ടം ആണ്. എനിക്ക് M5 എൻ്റെ ഡ്രീം കാർ. എനിക്ക് എപ്പോഴും M5 പണ്ട് മുതലേ M5 മോസ്റ്റ് വാണ്ടർ കളിക്കുമ്പോൾ മുതൽ M5 എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ M5 കോമ്പറ്റീഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. BMW M5 340 എന്ന് ചാടുവാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ചേട്ടന് M5 ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ചേട്ടനാണ് ഇവിടെ വരുന്നതെന്ന് ഗസ്റ്റ് എനിക്ക് ജീവചേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി മിനി മെഷീൻ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഡൈകാസ്റ്റ് കാറും ഇതൊക്കെ സെല് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ ആള് ജീവചേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജീവചേട്ടന് തരാൻ വേണ്ടി പ്രസന്റ് ആണ് BMW M4. ഓ M4 CS. നൈസ്. ഇതാ പുള്ളിയുടെ പേരെന്താ? മിനി മെഷീൻ ക്ലബ് എന്നാണ് ഇൻസ്റ്റയുടെ പേജ്. പുള്ളിയുടെ പേര് ദിലീപ്. ഹായ്, താങ്ക് യു ദിലീപ്. മിനി മെഷീൻ ക്ലബ് അല്ലേ? നൈസ്. എനിക്ക് ഇഷ്ടമുള്ള കളറാണ് സെസ്റ്റി യെല്ലോ എന്നാണ് ഇതിന്റെ കൂപ്പറിന്റെ കളറിന് അവർ ഇട്ടിരിക്കുന്ന പേര്. ഞാൻ കഴിഞ്ഞിലെ കൂടെയാണ് ഈ കാറിനെ പറ്റി സംസാരിച്ചുള്ളത്. സന്തോഷമായി. എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെ ഗിഫ്റ്റ് ആയിട്ടും കിട്ടി. അടിപൊളി. ഇത് ആക്ച്വലി അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു മിനിറ്റ്, ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ സ്റ്റിയറിംഗിൽ ഹോണൊക്കെ ഉണ്ടാവും. ഹോണൊക്കെ ഒന്ന് അടിച്ചാൽ ചെയ്യാം. കൊള്ളാം. ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബാങ്കോക്കിൽ പോയതിന് ശേഷം എനിക്ക് ഇതിന്റെ ഒരു ചെറിയ ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. ഹോട്ട് വീൽസ് അല്ല, സ്കെയിൽ മോഡൽസ്. അപ്പൊ എന്റെ 911 ഇരിപ്പുണ്ട്, G-Wagon ഇരിപ്പുണ്ട്. എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള വണ്ടികളൊക്കെ ഞാനിങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ ആ കളക്ഷനിലോട്ട് ഒരു M4 കൂടി. താങ്ക് യു ദിലീപ്, താങ്ക് യു. എന്താണ് മിനി മെഷീൻ ക്ലബ്? മിനി മെഷീൻ. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ മറക്കൂല. ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ M4 എന്ന ദിലീപ്. താങ്ക് യു. നല്ല കളർ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ 911 വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, GT3 RS വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, G63 MG വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, M5 വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. ഒരു ഹാച്ച് ബാക്ക്, എല്ലാ സെഗ്മെന്റിലും ഒന്നോ രണ്ടോ വണ്ടി വെച്ചിട്ട്, ഒരു SUV, ഒരു 2 ഡോർ സ്പോർട്സ് കാർ. ബൈക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ചെറുതിലെ ഹറാം പറപ്പിൽ കുറെ ചെയ്തു കൂട്ടി ഫാസ്റ്റായിട്ട് പോവുക. അപ്പം അങ്ങനെ കൂട്ടത്തിലൊരു കൂട്ടുകാരൻ മരിച്ചപ്പം അതിനോടുള്ള അതെത്ര ഡേഞ്ചറാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ബൈക്കിനോട് അത്ര താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഉണ്ടായിരുന്നു, എനിക്ക് R15 ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഫേസർ ആയിരുന്നു, പിന്നെ ഒരു R15. പഠിച്ചത് TVS Victor GX, അങ്കിളിൻ്റെ വണ്ടി. അത് ചേതക്കയിലാവും. ചുമ്മാ വീടിൻ്റെ പിന്നെ നമ്മുടെ ഫൗണ്ടേഷനെ ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് മുന്നോട്ട് പോകും. അങ്ങനെ പിന്നെ ഓക്കെ. അപ്പൊ ചേട്ടന് ഇനി പുതിയത് വരാനുള്ള സിനിമ എന്ന് പറയുന്നത് സാഹസം. അതിനുശേഷം വേറെ ഏതെങ്കിലും ശേഷം ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെ കുറെ കഥകൾ കേട്ട് അതിൽ നിന്നൊരു കഥ എടുത്ത് അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സ്റ്റേജിലല്ല നിൽക്കുന്നത്. ജാടയ്ക്ക് വേണമെങ്കിൽ പറയാം, കഥകൾ കേൾക്കുന്ന ഡിസ്കഷനാണ്. അങ്ങനൊന്നുമില്ല. ഒരിടയ്ക്ക് 2 പ്രോജക്ട്സ് വന്നു, അത് പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. അർജന്റ് റിക്വയർമെന്റ് ആയപ്പോൾ പറ്റിയില്ല.
പുറത്തുനിന്ന് ഒരു പ്രോജക്റ്റ് വന്നു, അതും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഓഡിഷൻ കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഫ്ലവേഴ്സിൽ ഷൂട്ടായിരുന്നു. കമ്മിറ്റ്മെന്റ് ആവണമല്ലോ. ഇതൊരു ഓഡിഷൻ അവിടെ കിട്ടത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവർക്ക് ആ ദിവസം തന്നെ ചെല്ലണമെന്ന് ഫ്ലവേഴ്സിൽ നമ്മൾ അവർക്ക് ഡേറ്റ് കൊടുത്തേക്കല്ലോ. പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പിന്നെ നോക്കി, കഥ നോക്കി, എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രസൻസ് നോക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കി. ഇപ്പം അങ്ങനെ ഒരു സ്റ്റേജിലല്ല ഞാൻ. ഇപ്പം എനിക്ക് ആ സിനിമ ആക്ടിങ് എനിക്ക് വഴങ്ങുമെന്ന് പഠിക്കണം, അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പഠിക്കണം, എനിക്ക് അറിയണം. കാര്യം ഞാനൊരു ബോൺ ആക്ടർ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോന്നും ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഓരോ പടം കഴിയുന്നതും അത് ബെറ്ററായി ഇമ്പ്രൂവ് ചെയ്ത് വരണമെന്നാണ് എനിക്ക് ഉള്ളത്. അപ്പം വരുന്നതിൻ്റെ മാക്സിമം വേഷങ്ങൾ സിനിമകളും ചെയ്യുക. എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമല്ലോ, യെസ് എനിക്ക് ഈ പ്രോസസ്സ് വഴങ്ങും, ആൾക്കാർ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പം അങ്ങനെ തോന്നുമ്പം ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നല്ല, അതിപ്പോഴെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഐ സ്റ്റാർട്ട് ഫിൽട്ടറിങ്. അപ്പൊ എനിക്ക് കുറെ കൂടെ എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാരും ബോൺ ആക്ടേഴ്സ് അല്ല. അപ്പൊ എനിക്ക് ആ പ്രോസസ്സ് എനിക്കത് വഴങ്ങുമെന്ന് ചെയ്തേ പഠിക്കാൻ പറ്റും. കൂകിത്തെളിയെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് സെയിം ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യാതിരിക്കാൻ നോക്കും. എന്തെങ്കിലും സാഹസത്തിലും അങ്ങനെയാണ്. സാഹസത്തില് ഇല്ല സിനിമയുടെ മറ്റേ ഇത് ഓക്കെ. അപ്പോൾ സാഹസം മൂവിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളായിട്ട് വീണ്ടും ഷെയർ ചെയ്യാൻ. തീർച്ചയായും ഞാനിപ്പോ തന്നെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു തോന്നുന്നു. കാര്യം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ്, ജൂലൈ ഒക്കെ ആയിരിക്കും പ്രൊമോഷൻസ്. ഇതൊക്കെ അപ്പോഴത്തേക്ക് എടുത്തോളാം. അല്ല, ഇത് നമ്മൾ പെട്ടെന്ന് പോവും. സാഹസത്തിന്റെ നമ്മൾ അടുത്തൊരു ഇന്റർവ്യൂ വീണ്ടും വരാലോ. സാഹസം റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഇത്ര നേരം നമ്മളൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു. താങ്ക് യു സോ മച്ച്. പുറത്തും കൂടെ വിളിക്കാം. സമയം. താങ്ക് യു.